Hello, welcome back again to the big data technologies. Today we are going into the big data storage technologies, that is the module 5 of RLMCA-204 big data technologies of KTU. The contents for this presentation has been taken from the reference book number 2 of the syllabus, Big Data Black Book by DreamTech Press, and reference number 5, Big Data Fundamentals, Concept, Drivers and Techniques by Pearson Education, and some web contents to explain various things in this presentation. So we will be going into the details. We have already studied about the different technologies that supports big data, especially processing and storage. There we have told so many things. This particular module is divided into two parts, out of which the part 1 deals with the on-disk storage devices and the second part deals with the in-memory storage devices. This will be a little bit lengthy due to the major contents that are to be described are distributed file systems, RDBMS, NoSQL and NewSQL. So now we will go into the details of this. First one is the big data storage technologies, out of which this is the general description of things. The relational technology is simply not scalable in a manner to support data volume. നമ്മളുടെ കേസിൽ ബിഗ് ഡേറ്റയുടെ കേസിൽ പ്രധാനമായിട്ടും 3 ആസ്പെക്ട്സുകളാണ് നമ്മൾ നോക്കാറുള്ളത്. ഒന്ന് വോളിയം, രണ്ടാമത്തേത് വെലോസിറ്റി, മൂന്നാമത്തേത് വെറൈറ്റി, അല്ലെങ്കിൽ വോളിയം, വെറൈറ്റി ആൻഡ് വെലോസിറ്റി. ഏതായാലും ഈ 3 ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കൃത്യമായി നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ പറയുന്നുണ്ട്, റിലേഷണൽ ടെക്നോളജി സിംപ്ലി ഈസ് നോട്ട് സ്കെയിലബിൾ ഇൻ എ മാനർ ടു സപ്പോർട്ട് ദി ഹൈ വോളിയം. വലിയ വോളിയം ഡേറ്റയെ സപ്പോർട്ട് ചെയ്യാൻ ഏതിന് പറ്റത്തില്ല? ബിഗ് ഡേറ്റ സ്റ്റോറേജ് ടെക്നോളജിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് വരുന്നു? ബിസിനസ് ക്യാൻ ഫൈൻഡ് ജെന്യുവിൻ വാല്യൂ ഇൻ പ്രോസസ്സിംഗ് സെമി സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡേറ്റ. അപ്പോൾ സ്ട്രക്ചേർഡ് ഡേറ്റ കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു ബിസിനസ്സിൻ്റെ ശരിയായിട്ടുള്ള വാല്യൂ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ സെമി സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡുമായിട്ടുള്ള ഡേറ്റ പ്രോസസ്സ് ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മൾ ഉണ്ടാക്കണം. ഈ RDBMS എന്ന് പറയുന്നത് ബേസിക്കലി സ്ട്രക്ചേർഡ് ഡേറ്റയാണ്. അതുകൊണ്ട് ഈ സെമി സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡേറ്റ ഇൻകോമ്പാറ്റബിൾ വിത്ത് റിലേഷണൽ അപ്രോച്ചസ്. Also, big data has pushed the storage boundary to unified views of the available memory and the storage of a cluster. അപ്പോൾ ബിഗ് ഡേറ്റയിലെ ഡേറ്റ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ബൗണ്ടറി, സ്റ്റോറേജ് ബൗണ്ടറി എന്ന് പറയുന്നത് അവൈലബിൾ മെമ്മറിയും ഡിസ്റ്റോറേജും വെച്ചിട്ടുള്ള ഒരു ക്ലസ്റ്റർ ഫോർമുലേഷനിലേക്കാണ് നമ്മൾ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇഫ് മോർ സ്റ്റോറേജ് ഇസ് നീഡഡ്, ഹൊറിസോണ്ടൽ സ്കെയിലബിലിറ്റി ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ്. അതായത് പുതിയ ഹാർഡ്വെയർ അല്ലെങ്കിൽ ചെറിയ ലോ കോസ്റ്റ് ഹാർഡ്വെയറുകൾ ആഡ് ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ ഹൊറിസോണ്ടൽ സ്കെയിലബിലിറ്റി, അതായത് സ്കെയിലബിലിറ്റി മീൻസ് ഒരു ഗ്രോയിങ് എമൗണ്ട് ഓഫ് വർക്ക് അല്ലെങ്കിൽ നെറ്റ്വർക്ക് റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ പ്രോസസ്, ഇതിനെയൊക്കെ അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യലിൽ എത്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അതിനെങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്? പുതിയ അല്ലെങ്കിൽ അഡീഷണൽ ഫെസിലിറ്റീസ് കൊടുത്തുകൊണ്ട് നമുക്കതിനെ വലുതാക്കാൻ പറ്റണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്ലസ്റ്ററുകളിലാണെങ്കിൽ നമ്മൾ പഠിച്ചതാണ്, അഡീഷണൽ നോട്ട്സിനെ ആഡ് ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മെമ്മറിയുടെ കേസിലും ഇതേ പ്രശ്നം തന്നെ വരുന്നുണ്ട്. കാരണം പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും ഒക്കെ നമുക്കും ആവശ്യമാണ്. കാരണം ഹൈ വോളിയം ഓഫ് ഡേറ്റ വരുമ്പോൾ അതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റിയ മെമ്മറി റിക്വയർമെൻറ്റ് കൂടി നമുക്ക് ആവശ്യമാണ്. അതിനാണ് ഇവിടെ പറയുന്നത്, ഡിസ്ക് ഡിവൈസസ്
is important as innovative approaches deliver real-time analytics via in-memory storage. അപ്പം നമുക്ക് in-memory സ്റ്റോറേജിനെ കുറിച്ച് കൂടി പറയേണ്ട ഒരു ആവശ്യകത ഉണ്ടെന്നാണ് പറയുന്നത്. Even batch-based processing has accelerated by performance of solid-state devices. ഇപ്പോൾ solid-state devices ഉപയോഗിച്ചിട്ട് നമുക്ക് ബാച്ച് പ്രോസസ്സിങ്ങിൻ്റെ സ്പീഡ് പോലും ആക്സിലേറ്റർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രോസസ്സിംഗ് കേപ്പബിലിറ്റി ആക്സിലറേറ്റർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതിന് വേറൊരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്. ഈ SSD എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് കുറഞ്ഞ സംഗതികൾ കൂടിയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഈ ബിഗ് ഡാറ്റ സ്റ്റോറേജ് ടെക്നോളജീസ് മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് സ്റ്റോറേജ് ഡിവൈസസുകളെ രണ്ടായി തിരിക്കാം. അതിലൊന്നാണ് ഓൺ ഡിസ്ക് സ്റ്റോറേജ് ഡിവൈസസ്, രണ്ടാമത്തേത് ഇൻ മെമ്മറി ഡാറ്റ സ്റ്റോറേജ് അല്ലെങ്കിൽ ഇൻ മെമ്മറി സ്റ്റോറേജ് ഡിവൈസസ്. ഇതിൽ ഈ പ്രസൻറ്റേഷനിൽ പറയുന്നത് കംപ്ലീറ്റ് ഓൺ ഡിസ്ക് സ്റ്റോറേജ് ഡിവൈസസിനെ കുറിച്ചാണ്. ഓൺ ഡിസ്ക് സ്റ്റോറേജ് ഡിവൈസസിൽ പ്രധാനമായിട്ടും നമ്മൾ പറയുക, ഇറ്റ് യൂസസ് or utilizes low cost hard disk drives for long term storage. Long term സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ലോ കോസ്റ്റ് ഹാർഡ്വെയറുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കുകൾ ഉപയോഗിച്ച് ലോങ് ടേം ഡാറ്റ സ്റ്റോറേജ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത്, ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള രണ്ട് മാർഗങ്ങളാണ്. ഒന്ന് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റവും രണ്ടാമത്തേത് ഡാറ്റാബേസുകളും. നമ്മൾക്ക് പലതരത്തിലുള്ള ഡാറ്റാബേസുകളുണ്ട്. ഈ നോൺ റിലേഷണൽ ഡാറ്റാബേസസ് എന്നും റിലേഷണൽ ഡാറ്റാബേസസ് എന്നും രണ്ട് തരത്തിലുള്ള ഡാറ്റാബേസുകളും ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റംസും അവൈലബിൾ ആണ്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ റിലേഷണൽ ഡാറ്റാബേസ് ആയാലും നോൺ റിലേഷണൽ ഡാറ്റാബേസ് ആയാലും നമുക്ക് രണ്ട് തരത്തിലുള്ള ഡാറ്റ ആക്സസുകൾ പോസിബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. ഒന്ന് ആപ്ലിക്കേഷൻ ഇൻ്റർഫേസും രണ്ടാമത്തേത് SQL-like ക്വറിയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റംസ് ആണ്. ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റംസ് എന്ന് പറയുന്നതിന് സ്കീമ ഇല്ല എന്ന് നമ്മൾ വളരെ നേരത്തെ പറഞ്ഞതാണ്. ഇറ്റ്സ് എ സ്കീമാലെസ് സ്റ്റോറേജ്. കാരണം അത് എന്താ ചെയ്യാനെന്ന് പറഞ്ഞാൽ, ഇറ്റ് വിൽ ബി ഡിവൈഡഡ് ഇൻ ടു ബ്ലോക്സ്. ആ ബ്ലോക്സിനെയാണ് ഓരോ എവിടെ കൊണ്ട് എഴുതുന്നതെന്ന് പറഞ്ഞു, ഓരോ ക്ലസ്റ്റർ നോഡുകളിലേക്ക് കൊണ്ട് എഴുതുന്നത് എന്ന് പറഞ്ഞു. ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം സ്റ്റോറേജിൽ റിഡൻഡൻസിയും ഹൈ അവൈലബിലിറ്റിയും കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ബൈ കോപ്പിയിങ് ഡാറ്റ ഇൻറ്റു മൾട്ടിപ്പിൾ ലൊക്കേഷൻസ്. പല ലൊക്കേഷൻസുകളിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ റിഡൻഡൻസിയും അവൈലബിലിറ്റിയും കൂട്ടാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. ഈ പ്രോസസ്സിനെ നമ്മൾ നേരത്തെ വിളിച്ചത് റിപ്ലിക്കേഷൻ എന്നുള്ള പേരിലാണ്. A storage device is that implemented with a distributed file system provide simple fast access data storage that is capable of storing large data sets that are non-relational in nature. അപ്പം നോൺ റിലേഷണൽ നേച്ചറിലുള്ള ഡേറ്റയെ നമുക്ക് ഫാസ്റ്റ് ആക്സസിനും സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് ആക്സസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡേറ്റ സ്റ്റോറേജിലേക്ക് കൊണ്ടെഴുതാൻ പറ്റും. അങ്ങനെയുള്ള ഒരു എൻവയൺമെന്റ് ആണ് ഏതെന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് നമ്മൾ പറയുന്നുണ്ട് സെമി സ്ട്രക്ചേർഡ് ഓർ അൺസ്ട്രക്ചേർഡ് ഡേറ്റയാണ് ഇങ്ങനെ നോൺ റിലേഷണലായി വരുന്നത് എന്നും നമ്മൾ പറയുന്നുണ്ട്. Although based on straightforward file locking mechanisms for concurrency control, ഏതാണ് ഈ HDFS മെക്കാനിസംസിന് ഫയൽ ലോക്കിംഗ് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഫയൽ ലോക്കിംഗ് മെക്കാനിസംസ് ഉണ്ട്. എന്തിനു വേണ്ടി? കൺകറൻസി കൺട്രോളിന് വേണ്ടി. അതെന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഫാസ്റ്റ് റീഡ് റൈറ്റ് കപ്പാസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഈ ഫാസ്റ്റ് റീഡ് റേറ്റ് കപ്പാസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദ വെലോസിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ക്യാൻ ബി അഡ്രസ്ഡ്. അപ്പം നമ്മളിവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് റിഡൻഡൻസിയും ഹൈ അവൈലബിലിറ്റിയും റിപ്ലിക്കേഷൻ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞു, സോ ദാറ്റ് ദ വോളിയം ക്യാൻ ബി ഹാൻഡിൽഡ്. രണ്ടാമത്തേത് നോൺ സ്ട്രക്ചേർഡ് ഡാറ്റ അല്ലെങ്കിൽ സെമി സ്ട്രക്ചേർഡ് ഓർ അൺസ്ട്രക്ചേർഡ് ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ് എന്ന് പറഞ്ഞു. മൂന്നാമത്തേത് ദ വെലോസിറ്റി ക്യാരക്ടറിസ്റ്റിക് ഈസ് അഡ്രസ്ഡ്. ഇനി ഇവിടെ ഒരു പ്രശ്നം എന്താ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് നോട്ട് ഐഡിയൽ ഫോർ ഡാറ്റ സെറ്റ്സ് കംപ്രൈസിങ് എ ലാർജ് നമ്പർ ഓഫ് സ്മോൾ ഫയൽസ്. ചെറിയ
ഫയൽസുകളുടെ ഒരു വലിയ നമ്പറിനെ ഇതിന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ചെറിയ ഫയൽ സൈസ് ഉള്ള കുറേയേറെ ഫയലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ പ്രോസസ്സ് ചെയ്യാൻ ലേശം ബുദ്ധിമുട്ട് വരും. എന്താ പറയുക, പറ്റത്തില്ല എന്നല്ല, അതിനിച്ചിരി സ്ലോ ആകും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ദിസ് ക്രിയേറ്റ്സ് എക്സ്റ്റെൻസീവ് ഡിസ്ക് ആക്ടിവിറ്റി. കാരണം എക്സ്റ്റെൻസീവ് ഡിസ്ക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ഫയലും റീഡ് ചെയ്യണം, എന്നിട്ട് ആ ഓരോ ഫയലും പ്രോസസ്സ് ചെയ്യണം. അങ്ങനെയുള്ള ആ ഫയൽ ആക്സസ് കൂടുന്നത് കൊണ്ട് അതിൻ്റെ ഓവർഹെഡ് കൂടും എന്നാണ് പറയുന്നത്. അങ്ങനെ മൊത്തത്തിൽ സ്മാളർ ഫയൽ ആകുമ്പോൾ സിസ്റ്റത്തിൻ്റെ ഓവറോൾ ഓവർഹെഡ് വളരെയധികം കൂടും എന്നാണ് പറയുന്നത്. അതിന് സൊല്യൂഷനായിട്ട് നമ്മൾ HDFS പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ വി കീപ്പ് എ ലാർജ് ബ്ലോക്ക് സൈസ്, ഒരു വലിയ ബ്ലോക്ക് സൈസ് കീപ്പ് ചെയ്യുക, അങ്ങനെ നമ്പർ ഓഫ് ഫയൽസിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് ഉറപ്പുള്ളത്. ഇറ്റ്സ് എ ഡിവൈസ്. File system storage device is suitable when large data sets of raw data are to be stored. അതെപ്പോഴാണ് നമ്മൾക്ക് വരുന്ന ഡേറ്റ അങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ. റോ ഡേറ്റ മീൻസ് ദ ഡേറ്റ അറൈവ്സ് ആസ് ഇറ്റ് ഈസ്. അങ്ങനെ വരുന്ന ഡേറ്റയെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റംസ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഇൻഎക്സ്പെൻസീവ് സ്റ്റോറേജ് ഓപ്ഷൻ. അതായത് വലിയ എക്സ്പെൻസുകൾ കൂടാതെ നമുക്ക് ഡേറ്റയെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൂടി അത് തരുന്നുണ്ട്. എങ്ങനെയാണ്? ഫോർ സ്റ്റോറിങ് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഓവർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം ദറ്റ് നീഡ്സ് ടു റിമെയിൻ ഓൺലൈൻ. അതായത് എപ്പോൾ ആക്സസ് ചെയ്താലും അല്ലെങ്കിൽ എപ്പോൾ ചോദിച്ചാലും ഡേറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ലോങ് പീരീഡിലേക്ക് വലിയ എമൗണ്ട് ഓഫ് ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ദിസ് ഈസ് ബിക്കോസ് മോർ ഡിസ്ക് ആൻഡ് ബി സിംപ്ലി ആഡഡ് ടു ദ ക്ലസ്റ്റർ. അതായത് ഹൊറിസോണ്ടൽ സ്കെയിലബിലിറ്റി എന്ന് പറയുന്ന ഫാക്ടർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വോളിയത്തിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് നീഡിങ് ഓഫ്ലോഡ് ദ ഡേറ്റ ടു ഓഫ്ലൈൻ ഡാറ്റ സ്റ്റോറേജ്. ഓഫ്ലൈൻ ഡാറ്റ സ്റ്റോറേജുകളിലേക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് സൂക്ഷിക്കേണ്ട ആവശ്യകത വരുന്നില്ല. പകരം ഇങ്ങനെ ക്ലസ്റ്ററുകളിൽ പുതിയ ക്ലസ്റ്ററുകൾ ആഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ക്ലസ്റ്ററിലേക്ക് ഡിസ്കുകൾ ആഡ് ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ ഡാറ്റ സ്റ്റോറേജ് കൂട്ടാൻ പറ്റും എന്നാണ് പറയുന്നത്. മേജർ എക്സാമ്പിൾ ഇസ് ദി HDFS. HDFS അറിയാമല്ലോ, ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം. ഇതിൻ്റെ അടുത്ത കോണ്ടെക്സ്റ്റ് വരുന്നതാണ് ഡാറ്റാബേസസ് എന്ന് പറഞ്ഞു. ഡാറ്റാബേസസിലെ രണ്ട് ടൈപ്പാണ്. ഒന്ന് RDBMS-ഉം രണ്ടാമത്തേത് നോൺ റിലേഷണൽ ഡാറ്റാബേസസും ആണ്. റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് ഫോർ ഹാൻഡ്ലിംഗ് ട്രാൻസാക്ഷണൽ വർക്ക് ലോഡ്സ് ഇൻവോൾവിംഗ് സ്മോൾ എമൗണ്ട് ഡേറ്റ വിത്ത് റാൻഡം റീഡ് റൈറ്റ്. അപ്പോൾ ചെറിയ എമൗണ്ട് ഓഫ് ഡേറ്റയിലുള്ള പ്രോസസ്സിങ് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയൺമെന്റ് ആണ് RDBMS. ഈ RDBMS-നെ കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങളിത് തേർഡ് സെമസ്റ്ററിൽ ഒരു ഫുൾ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുന്നതാണ്. എന്നാലും ഇവിടുത്തെ റെലവെന്റ് ആയിട്ടുള്ള പാർട്ടുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഇത് ആസിഡ് കംപ്ലൈന്റ് ആണ് എന്ന് പറഞ്ഞു എന്നല്ല, അങ്ങനെയാണ്. RDBMS satisfies asset property, that is atomicity, consistency, isolation and durability. ഇവിടെ അതുകൊണ്ടുണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് ടു എ സിംഗിൾ നോഡ്. ഒരു സിംഗിൾ നോഡിലേക്ക് ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണെങ്കിൽ അവിടെ തന്നെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് വേറെ പ്രൊവിഷൻസ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് എന്താ സംഭവിക്കുക? ദിസ് ഡു നോട്ട് പ്രൊവൈഡ് ഔട്ട് ഓഫ് ദ ബോക്സ് റിഡൻഡൻസി. ഇതിൽ പറയുന്ന റിഡൻഡൻസികളൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് റിഡൻഡൻസി കിട്ടത്തില്ല. റിഡൻഡൻസി കിട്ടാത്തത് കൊണ്ട് നമുക്ക് എന്തും കിട്ടുന്നില്ല. വി ആർ നോട്ട് ഗെറ്റിംഗ് ഫോൾട്ട് ടോളറൻസ്. അപ്പോൾ to handle large volume of data arriving at a fast pace, relational database generally need to scale up. അപ്പോൾ ഇതിനെ വലുതാക്കണം, സ്കെയിൽ ചെയ്യണം. എങ്ങനെയാണ്? ഈ വലിയ ഡേറ്റ വലിയ വോളിയത്തിൽ വരുമ്പം നമ്മുടെ ഇപ്പോഴത്തെ കപ്പാസിറ്റി കൊണ്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം വെച്ചിട്ട് അതിനെ മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് വെർട്ടിക്കൽ സ്കെയിലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. കാരണം വെർട്ടിക്കൽ സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിനെ മൊത്തം മാറ്റുക, പുതിയ വലിയൊരു സാധനം കൊണ്ടുവന്ന് വെക്കുക. അതേസമയം ഹൊറിസോണ്ടൽ സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്?
ഹൊറിസോണ്ടൽ സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിനോടൊപ്പം നമുക്ക് കുറേശ്ശെ ആവശ്യത്തിനനുസരിച്ചുള്ള ഹാർഡ്വെയറുകളെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സ്പാൻഷൻ പ്രൊസീജിയറാണ് ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോ വെർട്ടിക്കൽ സ്കെയിലിംഗ് എന്താണ്? ഇറ്റ് ഈസ് മോർ കോസ്റ്റ്ലി ആൻഡ് ഡിസ്റപ്റ്റീവ് സ്ട്രാറ്റജി. അതത്ര നല്ല സ്ട്രാറ്റജി അല്ല. കാരണം ഓരോ സമയം വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് സെർവർ മാറ്റി കൊടുക്കാൻ പറ്റുമോ? ദാറ്റ് ഈസ് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. സോ ദിസ് മേക്സ് RDMS ലെസ് ഐഡിയൽ ഫോർ ലോങ് ടേം സ്റ്റോറേജ് ഓഫ് ദ ഡേറ്റ ഇറ്റ് അക്യുമുലേറ്റ്സ് ഓവർ ടൈം. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് വലിയ ഡേറ്റ വോളിയം വന്നാൽ അതിനെ സ്റ്റോർ ചെയ്യാൻ ഇതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ദെൻ റിലേഷണൽ ഡേറ്റാബേസ് നീഡ് ടു ബി മാനുവലി ഷാർട്ട്. നമ്മുടെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് റിഡൻഡൻസി വേണം. റിഡൻഡൻസി വേണമെങ്കിൽ നമ്മൾ പറഞ്ഞ രണ്ട് മെക്കാനിസംസ് ആണ്. ഒന്ന് ഷാർഡിങ്ങും അതിനോടൊപ്പം ചേർന്നിട്ട് റിപ്ലിക്കേഷനും. സോ ഷാർഡിങ് ആൻഡ് റിപ്ലിക്കേഷൻ വിൽ ബി റിക്വയർഡ്. ഇത് രണ്ടും നമുക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഷാർഡിങ് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വി ഹാവ് ടു ഗോ ഫോർ എ മാനുവൽ പ്രോസസ്. അത് എവിടെ വെച്ച് കൺട്രോൾ ചെയ്യണം? ആപ്ലിക്കേഷൻ ലോജിക്ക് വെച്ച് നമ്മൾ കൺട്രോൾ ചെയ്യണം. ദാറ്റ് ഈസ് വി ഹാവ് ടു ഹാവ് ആൻ ആപ്ലിക്കേഷൻ റിട്ടേൺ. ദിസ് മീൻസ് ദ ആപ്ലിക്കേഷൻ ലോജിക് നീഡ്സ് ടു നോ വിച്ച് ഷാർട്ട് ടു ക്വറി ഇൻ ഓർഡർ ടു ഗെറ്റ് ദ റിക്വയർഡ് ഡേറ്റ. അപ്പൊ ഈ ആപ്ലിക്കേഷനിനെ അറിയണം എന്താണ്, ഏത് ഷാർഡ് റീഡ് ചെയ്യണം. ഇപ്പൊ ക്വറി എഴുതണം. ഈ ആപ്ലിക്കേഷൻ ലോജിക്കിൽ ഉപയോഗിക്കുന്ന ക്വറിക്ക് അറിയണം എന്താണ് നിങ്ങളുടെ റിക്വയർഡ് ഡേറ്റ ഏത് ഷാർഡ് പോയി റീഡ് ചെയ്താലാണ് കിട്ടുക എന്നറിയണം. ആ മാനേജ്മെന്റ് വളരെ ബുദ്ധിമുട്ടാണ്. ദിസ് ഫർദർ കോംപ്ലിക്കേറ്റ്സ് ദ ഡേറ്റ പ്രോസസ്സിംഗ് വെൻ ദ ഡേറ്റ ഫ്രം മൾട്ടിപ്പിൾ ഷാർട്സ് ഈസ് റിക്വയർഡ്. അപ്പോൾ ഇവിടെ ഷാർഡുകൾ വരുമ്പോൾ പ്രാക്ടിക്കലായിട്ട് ഡേറ്റ പല സ്ഥലങ്ങളിലേക്ക് പോകും. അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ എവിടെ നിന്നൊക്കെ റീഡ് ചെയ്യണം എന്നുള്ളതും ആര് തന്നെ അറിയണം? ആപ്ലിക്കേഷൻ തന്നെ അറിയണം. അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ ഫർദർ ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. ഒന്ന്, ഒരു സ്ട്രക്ചർ ഉണ്ടാവണം. നമ്മളെപ്പോഴും പറയുന്നത് സ്കീമ എന്നുള്ള ടേം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സ്കീമ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്ട്രക്ചർ. അപ്പോൾ ആ സ്ട്രക്ചർ ഉള്ള ഡേറ്റ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സെമി സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം അത് രണ്ടും നോൺ റിലേഷണലാണ്. അപ്പം നോൺ റിലേഷണൽ ഡേറ്റയെ ആര് സപ്പോർട്ട് ചെയ്യത്തില്ല? റിലേഷണൽ ഡേറ്റാബേസസ് സപ്പോർട്ട് ചെയ്യത്തില്ല. ഇനി അതുപോലെ തന്നെ ഒരു കാര്യമാണ്, വിത്ത് എ റിലേഷണൽ ഡേറ്റാബേസ് സ്കീമ കൺഫർമൻസ് ഈസ് വാലിഡേറ്റഡ് അറ്റ് ദ ടൈം ഓഫ് ഡേറ്റ ഇൻസേർട്ട് ഓർ അപ്ഡേറ്റ് യൂസിങ് എങ്ങനെയാണ്? കൺസ്ട്രെയിൻസ് ഓഫ് ദ സ്കീമ. അപ്പൊ സ്കീമയിൽ കൺസ്ട്രെയിൻസ് കൊടുത്തിട്ടുണ്ടാവും. ആ കൺസ്ട്രെയിൻസ് വെച്ചിട്ടാണ് എന്തിന്റെ സ്കീമയുടെ കൺഫർമൻസ് നമ്മൾ നടത്തുന്നത്. നമ്മൾ വരുന്ന ഡേറ്റ ഈ പറയുന്ന സ്കീമ പ്രകാരം, അല്ലെങ്കിൽ ഈ കൺസ്ട്രെയിൻസ് സ്കീമയുടെ കൺസ്ട്രെയിൻറ്റ് പ്രകാരം നമുക്ക് ആ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ലയോ എന്ന് ഇൻസേർട്ട് ഓർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ദിസ് ഇൻട്രൊഡ്യൂസസ് ഓവർ ഹെഡ് ദാറ്റ് ക്രിയേറ്റ് ലേറ്റൻസി. ഒരു താമസം ഉണ്ടാക്കാനുള്ള സാധ്യത ഇത് കൂടുതലുണ്ടാക്കാം. കാരണം എന്താണ്? ഈ കൺസ്ട്രെയിൻറ്റ് ടെസ്റ്റ് ചെക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ, ഡേറ്റയിലേക്ക് എഴുതാൻ. അപ്പോൾ വലിയ വോളിയം ഡേറ്റ വരുമ്പോൾ ഈ കൺസ്ട്രെയിൻറ്റ് ചെക്കിങ് നോക്കിക്കൊണ്ടിരുന്നാൽ അവിടെ കൊണ്ടുപോയി എഴുതാൻ പറ്റുമോ? കൊണ്ടുപോയി എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് വരും? ഒരു ഡിലേ ഇവിടെ എറൈസ് ചെയ്യും. ദിസ് ലേറ്റൻസി മേക്സ് എ റിലേഷണൽ ഡേറ്റാബേസ് ലെസ് ഐഡിയൽ ചോയ്സ് ഫോർ സ്റ്റോറിങ് ഹൈ വെലോസിറ്റി ഡേറ്റ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന ഡേറ്റ നമുക്ക് എഴുതാൻ പറ്റണ്ടേ? പെട്ടെന്ന് എഴുതിയെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ പെട്ടെന്ന് എഴുതാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വി ഹാവ് ടു ഗോ ഫോർ, അതായത് വെലോസിറ്റി ഫാക്ടറിനെ അഡ്രസ് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് നീഡ്സ് ഹൈ അവൈലബിൾ ഡേറ്റ സ്റ്റോറേജ്. അപ്പം അതിനെന്ത് വേണ്ടി വരും? ഫോർ ദാറ്റ് വി റിക്വയർ എ ഹൈലി അവൈലബിൾ ഡേറ്റാബേസ് സ്റ്റോറേജ് ഡിവൈസ് വിത്ത് ഫാസ്റ്റ് ഡേറ്റ റേറ്റ് കപ്പാസിറ്റി. അപ്പോൾ പെട്ടെന്ന് ഡേറ്റ എഴുതാൻ പറ്റിയ ഒരു ഡേറ്റാബേസ് സിസ്റ്റമാണ് നമുക്ക് വേണ്ടി വരുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഷോർട്ട് കമ്മിങ്സ് എ ട്രഡീഷണൽ RDBMS is generally not useful for primary storage device in big data environment. അപ്പോൾ ബിഗ് ഡേറ്റ എൻവയൺമെന്റിലേക്ക് ആരെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്? RDBMSകളെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. all RDBMSs are asset property അല്ലെങ്കിൽ ആസിഡ് കംപ്ലൈന്റ് ആണ്. ഇപ്പൊ ആസിഡ് എന്താണെന്ന് അറിയാം. അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ ആൻഡ് ഡ്യൂറബിലിറ്റി. ഇത്ര ഞാൻ ഇനി ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യകതയില്ല. ദ മേജർ
ഡിഫിക്കൽട്ടീസ് ഫോളോഡ് ആർ, ഇതിനകത്ത് നമ്മൾ RDBMS ഉപയോഗിക്കുമ്പോൾ നമുക്ക് ജനറലായിട്ട് ഉണ്ടാകുന്ന മേളിൽ പറഞ്ഞ സംഗതികൾ കൂടാതെ ഒന്നാണ് ഡേറ്റ മൂവ്മെന്റ് ഓവർ ദ നെറ്റ്വർക്ക് റിക്വയർഡ് ഫോർ ഈവൻ സിമ്പിൾ പ്രോസസ്സിംഗ്. ഒരു ചെറിയ പ്രോസസ്സിങ് ചെയ്യണമെങ്കിൽ തന്നെയും എന്ത് ചെയ്യേണ്ടി വരും? ഈ ഡേറ്റയെ കംപ്ലീറ്റ് നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകേണ്ടി വരും? പ്രോസസ്സ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിക്കാം പലയിടത്തും. എന്നാലും ഓരോ പ്രോസസ്സിങ്ങിനും എന്ത് വേണ്ടി വരും? ഈ ഡേറ്റയെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. ദെൻ ഇറ്റ് ക്യാൻ ഹാൻഡിൽ ഓൺലി സ്ട്രക്ചേർഡ്. അപ്പോൾ സെമി സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും ഇതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദിസ് കൻ നോട്ട് ഹാൻഡിൽ. ദെൻ ഹാൻഡിലിംഗ് ദ ഹൈ വോളിയം ഹൈ ഡിമാൻഡ് ലെവൽ ഓഫ് ഡേറ്റ, അതായത് വലിയ വോളിയം ഡിമാൻഡ് ആർക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല? ഇതിന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അൾട്ടിമേറ്റ്ലി നോക്കുമ്പോൾ RDBMS ഇസ് നോട്ട് എ സ്യൂട്ടബിൾ സൊല്യൂഷൻ ഫോർ സ്റ്റോറേജ് സൊല്യൂഷൻ ഫോർ ഏതാണ്? നമ്മുടെ ബിഗ് ഡാറ്റ സൊല്യൂഷൻസ്. അപ്പോൾ ഇത് യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഇതിനകത്ത് റിലേഷണൽ ഡേറ്റാബേസസിൻ്റെയും ബിഗ് ഡാറ്റ സൊല്യൂഷൻസിൻ്റെയും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോർമാറ്റ്സ് റിക്വയർഡ്, അതായത് ഒരു റിലേഷണൽ സ്ട്രക്ചേർഡ് ആണെങ്കിൽ ബിഗ് ഡാറ്റയിൽ 3 ഉപയോഗിക്കേണ്ടി വരും. ഇൻ്റഗ്രിറ്റി, ട്രാൻസാക്ഷണൽ അപ്ഡേറ്റ്സ് വേണ്ടി വരും. ഇവിടെ കൺസിസ്റ്റൻ്റ് മോഡൽസ് ആണ് വേണ്ടത്. ദെൻ സ്കീമ എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാറ്റിക് സ്കീമയാണ്, സ്ട്രക്ചർ ഓൾറെഡി ഡിഫൈൻഡ് ആണ്, ഇവിടെ ഡൈനാമിക് ആണ്. ദെൻ റീഡ് റൈറ്റ് പാറ്റേൺ, ഫുള്ളി റിപ്പീറ്റബിൾ റീഡ് റൈറ്റ്, ഇവിടെ വൺസ് റൈറ്റ് ദെൻ റിപ്പീറ്റബിൾ റീഡ് ആണ്. ഒരിക്കൽ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റീഡ് മാത്രമേ ഉള്ളൂ. സ്റ്റോറേജ് വോളിയം എന്ന് പറയുന്നത് ഗിഗാബൈറ്റ്സിലാണ്. ഇവിടെ ഹൈ വോളിയം ആയതുകൊണ്ട് ടെറാബൈറ്റ്, പെൻറ്റാബൈറ്റ് അങ്ങനെയുള്ള ആ സ്ഥലത്തേക്ക് പോകുന്നു. സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത് വെർട്ടിക്കൽ സ്കെയിലബിലിറ്റി ആണ് ഇവിടെ പറയുക. ഇവിടെ വെർട്ടിക്കൽ ആണെങ്കിൽ ഇവിടെ ഹൊറിസോണ്ടൽ ആണ്. ഇവിടെ വെർട്ടിക്കൽ സ്കെയിലബിലിറ്റി ആണ്, ഇവിടെ ഹൊറിസോണ്ടൽ സ്കെയിലബിലിറ്റി ആണ് റിക്വയർഡ് ആവുന്നത്. അപ്പോൾ അത് ഒരു വലിയ ഡിഫറൻസ് ആണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് അഥവാ ചോദിച്ചാൽ അത് വളരെ കൃത്യമായിട്ട് ആ ടേം തന്നെ ഉപയോഗിക്കണം. വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ എന്നുള്ള ടേം തന്നെ ഉപയോഗിക്കണം. ദെൻ ഡാറ്റ പ്രോസസ്സിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് വളരെ ലിമിറ്റഡ് ആണ്. അത് നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അത് ക്ലസ്റ്റർ ഉണ്ടെങ്കിൽ ക്ലസ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ദെൻ എക്കണോമിക്സ് മീൻസ് ദ കോസ്റ്റ്, എക്സ്പെൻസീവ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. കാരണം വെർട്ടിക്കൽ ആയിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ റീപ്ലേസ്മെന്റ് ഓഫ് ദി സിസ്റ്റം ആണ്. അതേസമയം ബിഗ് ഡാറ്റ സൊല്യൂഷൻസിന് നമുക്ക് എക്സിസ്റ്റിംഗ് ഹാർഡ്വെയറിനോടൊപ്പം നമ്മുടെ തന്നെ കൊമോഡിറ്റി, ഓപ്പൺ സോഴ്സ് മുതലായ സംഗതികളെ നമുക്ക് അതോടൊപ്പം ചേർത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഒരു ക്വറി പ്രോസസ്സിംഗിന്റെ സിസ്റ്റമാണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കാരണം ദിസ് ഈസ് ദി നോർമൽ റിലേഷണൽ ഡേറ്റാബേസ് ക്വറി പ്രോസസ്സിംഗ്. യു ഹാവ് ദി ഡാറ്റ സ്റ്റോറേജ് and the data is captured from the data storage. The database server will execute the query and the final output will be displayed. അത് നമുക്ക് ഇവിടുന്ന് എഴുതാം. എന്താണ്? your request is given as a query and the query will be coming to the database and it fetch the records. ഈ query അവിടുന്ന് അതിൻ്റെ ഡേറ്റ കിട്ടുന്നു and that data will be processed by the അല്ലെങ്കിൽ query execution process and the final output will be given. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നിങ്ങളുടെ ബിഗ് ഡാറ്റ പ്രോസസ്സിംഗിലേക്ക് വന്നാൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? Here it uses different set of clusters. The data will be at different parts. So partial results will be generated. That partial result will be combined by the combiner, or we call it as a reduce function, and you are getting the output and the final output will be displayed through different visualization mechanisms. You have a machine or an environment that controls the clusters and stores the control information, the cluster informations. ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു എൻവയൺമെന്റ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ we can have this part as the ഈ പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് വരും? ദിസ് ഈസ് ദി ബിഗ് ഡാറ്റ environment and this part is the relational environment. This part is a relational environment and this can be your business intelligence or something like that, what you are using it for. ഇവിടെ കിട്ടുന്ന എന്താണ്? നിങ്ങളുടെ കമ്പൈൻ ചെയ്ത ലാസ്റ്റ് റിസൾട്ട് സെറ്റ് ആണ് നമ്മൾ എന്തിലേക്ക് കൊണ്ടുപോവുക? നിങ്ങളുടെ റിലേഷണൽ ഡാറ്റാബേസിലേക്ക് കൊണ്ടുപോവുക. ദിസ് ഈസ് ടു പ്രിപ്പയർ യുവർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ്. നിങ്ങൾക്ക് പലതരത്തിലുള്ള
ഡിസിഷൻ സപ്പോർട്ട് റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് ഇവിടെ ഉള്ളത്. അറ്റ് ദ സെയിം ടൈം യു ക്യാൻ ഹാവ് ഒരു പുതിയ മെക്കാനിസം കൂടെ, നിങ്ങൾക്കൊരു വിഷ്വലൈസേഷൻ മെക്കാനിസം കൂടെ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം. ഇതാണ് നിങ്ങൾ ഇത് രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന ഒരു എൻവയൺമെന്റ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് നോൺ റിലേഷണൽ ഡേറ്റാബേസുകൾ വേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി വരുന്ന ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ പറയുന്നത്. ഇത് നമ്മൾ വീണ്ടും വീണ്ടും പല സ്ഥലങ്ങളിലും പറയും. ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് സ്കെയിലബിലിറ്റി ആണ്. സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞാൽ capability to write data across multiple clusters simultaneously. Means if you are adding some structures, നമ്മൾ എന്തെങ്കിലും പുതിയ സ്ട്രക്ചറുകൾ അല്ലെങ്കിൽ സ്ട്രക്ചർ ഇൻ ദ സെൻസ് ഹാർഡ്വെയർ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഹാർഡ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റേഷൻസ് ഇല്ലാതെ തന്നെ അതിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. രണ്ടാമത്തേത് സീംലെസ്നെസ് ആണ്. അതായത് റെസിലിയൻസി ഓഫ് ആസ്പെക്ട് ഓഫ് എൻഷുറിംഗ് റെസിലിയൻസി ഓഫ് ദി നോൺ റിലേഷണൽ ഡേറ്റാബേസ്, ദാറ്റ് ഈസ് capability to expand contract to accommodate varying degrees of increase of data flow without affecting the end user experience. end user ക്ക് ഇതൊന്നും പറയരുത്. കൂടുതൽ ഡേറ്റ വരുമ്പോൾ കൂടുതൽ സ്പേസ് യൂസ് ചെയ്യുന്നു, കുറച്ച് ഡേറ്റ വരുമ്പോൾ കുറച്ച് സ്യൂട്ട് ചെയ്യുന്നു, ഇതൊന്നും ആരറിയരുത്, എൻഡ് യൂസർ അറിയരുത്. പകരം എന്താണ്, ഇതെല്ലാം ഇന്റേണലി ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ദെൻ യു ഷുഡ് ഹാവ് എ ഡേറ്റ ആൻഡ് എ ക്വറി മോഡൽ. ഒരു റോ കോളം, ട്രഡീഷണൽ റോ കോളത്തിന് പകരം ഒരു കീ വാല്യൂ സ്ട്രക്ചർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. അപ്പോൾ കീ ആൻഡ് വാല്യൂ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താന്ന് പറഞ്ഞാൽ ഒരു കീ വെച്ചിട്ട് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇവിടെ എന്താണ്, റിക്വയർഡ് സെറ്റ് ഓഫ് ക്വറീസ് ആൻഡ് APIs ടു ആക്സസ് ദ ഡേറ്റ. ഈ ഡേറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണ്ടി വരും? വി റിക്വയർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വറീസും APIസും വേണം. അപ്പം നേരത്തെ ഞാൻ കാണിച്ചതാണ്, വി ഷുഡ് ഹാവ് ടു, നമുക്കിത് രണ്ട് വെച്ചിട്ട് നമുക്ക് ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റണം. ദെൻ പെർസിസ്റ്റന്റ് ഡിസൈൻ. എന്താണ് പെർസിസ്റ്റന്റ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ? ഇത് ഹ്യൂജ് faster throughput of huge amount of data by making use of dynamic memory rather than conventional reading and write from disk. അപ്പോൾ ഈ കൺവെൻഷണൽ ഡിസ്കുകളിൽ ഉപയോഗിക്കുന്ന റീഡ് റൈറ്റ് മെക്കാനിസത്തിന് പകരം ഒരു ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ വെച്ചിട്ട് അതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. Due to high variety, velocity and volume data, this databases you should use different mechanism for maintaining persistency. അപ്പോൾ പലതരത്തിലുള്ള ഈ 3 ഫാക്ടറുകൾ കൊണ്ട് പലതരത്തിലുള്ള മെക്കാനിസംസിനെ ഇത് യൂട്ടിലൈസ് ചെയ്യേണ്ടി വരുന്നു. സോ ഹയസ്റ്റ് പെർഫോമൻസ് ഓപ്ഷൻ ഇസ് ദി ഇൻ മെമ്മറി ഡിവൈസസ്. ഇത് നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. പിന്നെ അടുത്തതാണ് ഇവൻച്വൽ കൺസിസ്റ്റൻസി. കാരണം ഒരു കാലത്തും നമുക്ക് ഏത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല, ആസിഡ് പ്രോപ്പർട്ടി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈ വോളിയം ഡേറ്റ ആണ്, ഹൈലി അവൈലബിൾ ആണ്, സ്കെയിലബിൾ ആണ്. അങ്ങനെ വരുമ്പോൾ റൈറ്റ് എന്ന് പറയുന്നത് ഓവർ എ പീരീഡ് ഓഫ് ടൈം എവറിഥിങ് വിൽ ബി ഈക്വൽ എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ പറഞ്ഞതാണ്. ദാറ്റ് ഈസ് ബേസ് തിയറം. It is called Bayes theorem. That is basically available soft state and eventual consistency എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടി ആയിരിക്കണം അത് എടുക്കേണ്ടി വരിക. ദെൻ അങ്ങനെ ആ പ്രോപ്പർട്ടികളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് NoSQL എന്ന് പറയുന്ന ആദ്യത്തെ ഡേറ്റാബേസ്. ഇതിന്റെ കൺസെപ്റ്റിൽ ആദ്യം പറയുന്നത് ലാക്ക് ഓഫ് സ്കീമയാണ്. കാരണം എല്ലാ തരത്തിലുള്ള ഡേറ്റയും സ്റ്റോർ ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ വി ഹാവ് ദ ഫെസിലിറ്റി ടു സ്റ്റോർ ഓൾ ദ 3 ടൈപ്സ് ഓഫ് ഡേറ്റ, സ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡേറ്റ. അപ്പോൾ ഇത് 3ഉം ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, സ്കീമ നീഡ് ടു ബി ഡിഫൈൻഡ് ബിഫോർ എൻ്ററിങ് ദ ഡേറ്റ ഇൻ ടു NoSQL. നമ്മൾ NoSQLിലേക്ക് ഡേറ്റ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് തീരുമാനിക്കാം എന്തായിരിക്കണം നമ്മുടെ സ്ട്രക്ചർ എന്നാണ്. അല്ലാതെ ഒരു പ്രീ ഡിഫൈൻഡ് സ്ട്രക്ചർ വേണ്ട. ദാറ്റ് ഈസ് ഡൈനാമിക് ഇൻ നേച്ചർ. ആ ഡേറ്റ പോകുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് തീരുമാനിക്കാം, അതിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം. ഫീൽഡ്സ് ക്യാൻ ഓൾസോ ബി ആഡഡ് and also supports nested data implementation and retrieval. അപ്പം ഡേറ്റയെ നെസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു ഡോക്യുമെന്റ് ഉപയോഗിക്കുന്നു. ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നെസ്റ്റഡ് ഡേറ്റയാണ്. ഒന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റേത്, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ്, ഒരു ചാപ്റ്റർ എന്നൊക്കെ പറയുന്ന ഒരു ഡോക്യുമെന്റ്, ഒരു ഇൻവോയ്സ് അല്ലെങ്കിൽ ഒരു മാർക്ക് ഷീറ്റ്, ഒരു ഗ്രേഡ് കാർഡ്, എന്തോ ആയിക്കോട്ടെ. അങ്ങനെ നമുക്ക് ഒരു നെസ്റ്റഡ് ഡേറ്റ ഇംപ്ലിമെന്റേഷനും അതിന്റെ റിട്രീവലും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെയും നമുക്ക് അതിനെ ചെയ്യാൻ പറ്റും. ദെൻ ഡെവലപ്പേഴ്സ് ക്യാൻ യൂസ്
data type, developers can use data type and query options requisite for the specific application. ആ specific application വേണ്ടി വരുന്ന data type ഉം queryയും നമുക്ക് ഉപയോഗിക്കാം for faster development. അപ്പോൾ അതുകൊണ്ട് എന്ത് ഗുണം കിട്ടും? The development time will be considerably reduced. കാരണം കോംപ്ലക്സ് queries ഇല്ല, ജോയിൻ സ്റ്റേറ്റ്മെന്റ്സ് ഇല്ല, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു എന്ത് ചെയ്യാൻ പറ്റും? ഒരു ആപ്ലിക്കേഷനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതായത് ആവശ്യത്തിനനുസരിച്ചുള്ള ഡേറ്റ ടൈപ്പും കുറേയും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. രണ്ടാമത്തേതാണ് ഓട്ടോ ബാലൻസിങ് എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റ്. അതായത് ഡിവിഷൻ ഓഫ് ഡേറ്റ എമംഗ് മൾട്ടിപ്പിൾ സെർവേഴ്സ് ഓട്ടോമാറ്റിക്കലി. നേരത്തെ പറഞ്ഞ നമ്മുടെ ഷാർഡിങ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തോളും. ആൻഡ് നോ അസിസ്റ്റൻസ് റിക്വയർഡ് ഫ്രം ആപ്ലിക്കേഷൻ. ഇപ്പൊ ഡേറ്റയെ സ്പ്ലിറ്റ് ചെയ്യലും കൊണ്ടെഴുതലും എല്ലാം ആര് തന്നെ ചെയ്തോളും? ഈ സിസ്റ്റം തന്നെ ചെയ്തോളും. ദെൻ ഇന്റഗ്രേറ്റഡ് കാഷിംഗ്. ഏതിനും ക്യാഷ് വേണമല്ലോ, കാരണം സ്പീഡ് അല്ല പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സ്പീഡ് അഡ്ജസ്റ്റ്മെന്റിന് നമുക്ക് എപ്പോഴും ക്യാഷ് ആവശ്യമാണ്. ദി നോ SQL ഡേറ്റാബേസ് ക്യാഷ് ഡേറ്റ ഇൻ എ സിസ്റ്റം മെമ്മറി. അപ്പോൾ സിസ്റ്റത്തിന്റെ തന്നെ ഒരു മെമ്മറി, NoSQL സിസ്റ്റത്തിന് തന്നെ ഒരു മെമ്മറി അലോക്കേഷൻ ഉണ്ട്, അവിടെ ക്യാഷ് ചെയ്യപ്പെടും. സോ ഇറ്റ് ക്യാൻ ഇൻക്രീസ് ഡേറ്റ ത്രൂപുട്ട് ആൻഡ് ഇൻക്രീസ് ദ പെർഫോമൻസ് ഇൻ അഡ്വാൻസ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെർഫോമൻസ് വളരെ മുന്നേ തന്നെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ ഹൈലി സ്കെയിലബിൾ ആൻഡ് റിലയബിൾ വിത്ത് എ സിമ്പിൾ ഡേറ്റ മോഡൽ ആൻഡ് സിമ്പിൾ ക്വറി ലാംഗ്വേജ്. അപ്പോൾ ഹൈ സ്കെയിലബിലിറ്റിയും ഹൈ അവൈലബിലിറ്റിയും കിട്ടുന്നു എങ്ങനെ? വിത്ത് എ സിമ്പിൾ ഡേറ്റ മോഡൽ ആൻഡ് സിമ്പിൾ ക്വറി. ചെറിയ സിമ്പിൾ ക്വറികളും അതുപോലെ തന്നെ ഡേറ്റ മോഡലുകളും ഉപയോഗിച്ചിട്ട് ഇതിന് നമുക്കൊരു ഹൈലി സ്കെയിലബിൾ ആൻഡ് റിലയബിൾ ആയിട്ടുള്ള സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു. ദെൻ ദ ബേസ് പ്രിൻസിപ്പിൾ ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ആസിഡ് പ്രോപ്പർട്ടി, ഇറ്റ് ഈസ് supporting base property that is basically available to soft state and eventually അല്ലെങ്കിൽ eventual consistency സപ്പോർട്ട് ചെയ്യുന്നതാണ് NoSQL എന്ന് പറയുന്നത്. But NoSQL is not only SQL, refers to the technology used to develop next generation non-relational databases that are highly scalable and fault tolerant. Highly scalable and fault tolerant ആയിട്ടുള്ള സിസ്റ്റംസ് ഡേറ്റ അല്ലെങ്കിൽ സിസ്റ്റം ഡേറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള നോൺ റിലേഷണൽ ഡേറ്റാബേസ് ആണ് ഏതെന്ന് പറയുന്നത്? നോട്ട് ഓൺലി SQL എന്ന് പറയുന്ന ടെക്നോളജി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒന്ന് സ്കീമലെസ് മോഡൽ. ഇത് ഞാൻ ഇനി പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ, കാരണം ദർ ഇസ് നോ സ്കീമ. ദ സ്കീമ ഇസ് ഡൈനാമിക് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡേറ്റ ദാറ്റ് അറൈവ്സ് ഇൻ ടു ദ സിസ്റ്റം ഫോർ റൈറ്റ്. Then scale out rather than scale up. Scale out means നിങ്ങളുടെ വെർട്ടിക്കൽ സ്കെയിലബിലിറ്റി വേണ്ട, നമുക്കുള്ളതിൻ്റെ അതിനകത്തേക്ക് റീപ്ലേസിങ് എക്സിസ്റ്റിംഗ് സിസ്റ്റംസിൻ്റെ ആവശ്യമില്ല. ആഡിങ് മോർ നോട്ട്സ് ടു ദി എക്സിസ്റ്റിംഗ് എൻവയൺമെന്റ് വിൽ പ്രൊവൈഡ് യു ദി സ്കെയിൽ ഔട്ട് ആർക്കിടെക്ചർ. ദെൻ ഹൈലി അവൈലബിൾ, കാരണം ക്ലസ്റ്റർ ബേസ്ഡ് ആയിട്ടാണ് നമ്മളിതിനെ ഇംപ്ലിമെന്റ് ചെയ്യുക. സ്വാഭാവികമായിട്ടും എന്ത് കിട്ടും? ഹൈ അവൈലബിലിറ്റി കിട്ടും. ഹൈ അവൈലബിലിറ്റി കിട്ടുന്നുണ്ട് ഫാൾട്ട് ടോളറൻസും നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് പറയാൻ പറ്റും. ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറഞ്ഞാൽ എബോവ് ദി പ്രിസ്ക്രൈബ്ഡ് തിങ്സ്. ദെൻ ലോവർ ഓപ്പറേഷണൽ കോസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു കമോഡിറ്റി ഹാർഡ്വെയറുകളിലാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിപ്ലോയിഡ് ഓൺ കൊമോഡിറ്റി ഹാർഡ്വെയർ ഒന്ന്. രണ്ടാമത്തേത് ഇറ്റ് ഈസ് ബിൽറ്റ് ഓൺ ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോംസ്. അതുകൊണ്ട് ലൈസൻസിങ്ങോ വലിയ കപ്പാസിറ്റി ഉള്ള സിസ്റ്റംസോ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അത് ലോ കോസ്റ്റ് ആണ്. ദെൻ ഇവൻച്വൽ കൺസിസ്റ്റൻസി, സിൻസ് ഇറ്റ്സ് ഫോളോസ് ബേസ് പ്രോപ്പർട്ടി. ആസിഡ് പ്രോപ്പർട്ടി ആകുമ്പോൾ റൈറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ സ്കീമ ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ കൺസ്ട്രെയിൻറ്റ് ചെക്ക് ചെയ്ത് കൊണ്ടുപോയി എഴുതണം. അങ്ങനെ കൺസിസ്റ്റന്റ് ആക്കുന്നു. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. വി ക്യാൻ ഗോ ഫോർ എ എന്താണ് ഇവൻച്വൽ കൺസിസ്റ്റൻസി അറ്റ് എ പർട്ടിക്കുലർ സ്റ്റേറ്റ് ദ ഹോൾ ഡേറ്റ വിൽ ബി കൺസിസ്റ്റന്റ്. ദെൻ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, ബേസ് നോട്ട് ആസിഡ്. ഇനി ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കംപ്ലീറ്റ് സ്റ്റേറ്റ് വെൻ എവർ അപ്ഡേറ്റ് ഒക്കേഴ്സ്. ഇൻ കൺസിസ്റ്റന്റ് സ്റ്റേറ്റ് വെൻ എവർ ആൻ അപ്ഡേറ്റ് ഒക്കേഴ്സ്. ആ പർട്ടിക്കുലർ ടൈമിൽ കൺസിസ്റ്റന്റ് ആവേണ്ടതിൻ്റെ ആവശ്യമില്ല. അത്
ഫൈനലി ഇറ്റ് ഷുഡ് അറ്റൈൻ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. ഇത് മൊത്തം കൺസിസ്റ്റന്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു സംഗതി പറയുന്നത് അതാണ്, ഇറ്റ് ഷുഡ് ക്യാപ് തിയറം. ക്യാപ് തിയറം നമ്മൾ പറഞ്ഞതാണ്, കൺസിസ്റ്റൻസി, അവൈലബിലിറ്റി ആൻഡ് പാർട്ടീഷൻ തിയറം. തിയറത്തിൽ പറയുന്ന മൂന്നും കൂടി ഒരേ സമയം കിട്ടില്ല, ഏതെങ്കിലും രണ്ടെണ്ണേ കിട്ടത്തുള്ളൂ. നമ്മളിവിടെ ഉപയോഗിക്കുന്നു ഏതാണ്, നമുക്ക് ഈ രണ്ട് കാര്യങ്ങളാണ് ജനറലി AP ആൻഡ് CP പ്രൊവൈഡ് ചെയ്യുന്ന സംഗതിയാണ്. മീൻസ് അവൈലബിലിറ്റി, പാർട്ടീഷൻ ടോളറൻസ്, കൺസിസ്റ്റൻസി ആൻഡ് പാർട്ടീഷൻ ടോളറൻസ്. കൺസിസ്റ്റൻസി ആൻഡ് അവൈലബിലിറ്റി ഇത് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ദെൻ API ഡ്രിവൺ ഡാറ്റ ആക്സസ്. നമ്മൾ പറഞ്ഞു രണ്ട് തരത്തിലുള്ള ഡാറ്റ ആക്സസ് ഉണ്ട്, ഒന്ന് SQL വെച്ചിട്ടുള്ളതും രണ്ടാമത് API ബേസ്ഡ് ഉള്ളത്. അപ്പോൾ ഇവിടെ API ബേസ്ഡ് ഉള്ളതാണ്. ദെൻ ആട്ടോ ഷാർഡിങ് ആൻഡ് റിപ്ലിക്കേഷൻ. നേരത്തെ പറഞ്ഞു RDBMSലേക്ക് പോയാൽ ആപ്ലിക്കേഷൻ ഷുഡ് ടേക്ക് കെയർ ഓഫ് ദി ഷാർഡിങ് ആൻഡ് റിപ്ലിക്കേഷൻ പ്രോസസ്. ഇവിടെ അത് വേണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്തോളും, ഹൊറിസോണ്ടൽ സ്കെയിലിംഗ്, പ്രൊവൈഡ് ദ ഹൈ അവൈലബിലിറ്റി, ആൻഡ് NoSQL automatically employs sharding and replication techniques. ആവശ്യമുള്ള സ്ഥലത്ത് അത് പാർട്ടീഷനിങ് ഉപയോഗിച്ചിട്ട് അത് കൊണ്ടുപോയി എഴുതിക്കൊള്ളും. ദെൻ ഇൻ്റഗ്രേറ്റഡ് കാഷിംഗ്, നേരത്തെ പറഞ്ഞതാണ്. ഇറ്റ് റിമൂവ്സ് ദ നീഡ് ഫോർ തേർഡ് പാർട്ടി ഡിസ്ട്രിബ്യൂട്ടഡ് ലെയേഴ്സ് സച്ച് ആസ് എന്താണ് മെംകാഷ്ഡ് എക്സെട്ര. അതായത് നിങ്ങളുടെ സിസ്റ്റത്തിൽ തന്നെ ഒരു കാഷിംഗ് മെക്കാനിസം അവൈലബിൾ ആണെന്ന് നമ്മൾ അതിൻ്റെ കൺസെപ്റ്റിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വേറൊരു ക്യാഷിൻ്റെ, ഒരു തേർഡ് പാർട്ടി ക്യാഷിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ദെൻ ഡിസ്ട്രിബ്യൂട്ടഡ് ലെയർ സപ്പോർട്ട് മെയിൻറ്റെയിൻസ് കൺസിസ്റ്റന്റ് ക്വറി ബിഹേവിയർ അക്രോസ് മൾട്ടിപ്പിൾ ഷാർട്സ്. ഇപ്പോൾ SQL സ്റ്റോറേജ് ഡിവൈസ് മെയിൻറ്റെയിൻ കൺസിസ്റ്റന്റ് ക്വറി ബിഹേവിയർ അക്രോസ് മൾട്ടിപ്പിൾ ഷാർട്സ്. അപ്പോൾ ഓരോ ഷാർഡുകളിലേക്ക് മൾട്ടിപ്പിൾ ഷാർഡുകൾ ഉണ്ടെങ്കിൽ ആ മൾട്ടിപ്പിൾ ഷാർഡുകളിലും ഒരേ തരമായിട്ടുള്ള ക്വറി കൺസിസ്റ്റൻസി അത് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ദി പോളിഗോട്ട് പെർസിസ്റ്റൻസ്. ഈ പോളിഗോട്ട് പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഒരു സൊല്യൂഷനിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ടെക്നോളജീസ്, എന്താണ് പറയുന്നത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്നോളജീസ് ഇൻ ദ സെയിം ആർക്കിടെക്ചർ. ഒരു ആർക്കിടെക്ചറിൽ പലതരത്തിലുള്ള ടെക്നോളജീസ് നമുക്ക് ഒന്നിച്ചുപയോഗിക്കാൻ പറ്റണം. അങ്ങനെ ഒന്നിച്ചുപയോഗിക്കാൻ പറ്റുന്ന മെക്കാനിസത്തിനെയാണ് നമ്മൾ പോളിഗോട്ട് പെർസിസ്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ നമുക്ക് കേസ് വരുന്ന ഏതൊക്കെയാണ്, ഒന്ന്, വി ഹാവ് ടു സ്റ്റോർ ദ സ്ട്രക്ചർ ഡാറ്റ വിച്ച് ഈസ് ഹാവിംഗ് എ സ്പെസിഫിക് സ്ട്രക്ചർ, ആൻഡ് വി ഹാവ് അനദർ വൺ കോൾഡ് സെമി സ്ട്രക്ചർഡ് ഓർ അൺസ്ട്രക്ചർഡ് ഡാറ്റ വെയർ ദർ ഇസ് നോ സ്ട്രക്ചർ. അപ്പോൾ സ്ട്രക്ചർ ഉള്ളതിനെയും സ്ട്രക്ചർ ഇല്ലാത്തതിനെയും നമുക്ക് ഒരേ സമയം സ്റ്റോർ ചെയ്തേണ്ടി വരുന്നു. അപ്പോൾ രണ്ട് ഡിഫറെന്റ് സ്റ്റോറേജ് ടെക്നോളജി നമ്മൾ ഒരേ സൊല്യൂഷനിൽ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ദെൻ അഗ്രിഗേറ്റ് ഫോക്കസ്ഡ്. ഇപ്പം അഗ്രിഗേറ്റ് ഫോക്കസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതിനുള്ളിലുള്ള കണ്ടന്റിനെ മാത്രമാണ് നമ്മൾ നോക്കുന്നത്, അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ബോധർ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് RDBMS ലുക്ക് ഫോർ നോർമലൈസ്ഡ് ഡാറ്റ whereas the NoSQL is denormalized aggregate. Denormalized aggregate എന്ന് പറഞ്ഞാൽ എന്താണ്? It can be anything. It can be a merged data, entity containing merged or nested or data for an object. ഞാൻ നേരത്തെ ഡോക്യുമെന്റിന്റെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ഏത് ടൈപ്പ് ഓഫ് ഡേറ്റ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നീഡ് ഫോർ ജോയിൻ, നമുക്ക് മൾട്ടിപ്പിൾ ഡേറ്റ കിട്ടണമെങ്കിൽ നമുക്ക് ജോയിൻ മെക്കാനിസം ഉപയോഗിച്ചെങ്കിലേ പറ്റത്തുള്ളൂ, ഒന്ന്. അതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റയും ആപ്ലിക്കേഷനും തമ്മിലുള്ള ഒരു മാപ്പിങ്ങും വേണം. ഇതൊന്നും നമുക്ക് എവിടെ ആവശ്യമില്ല, ഇതൊന്നും നമുക്കിവിടെ ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ദെൻ ഹൗ ദിസ് ഹാൻഡിൽസ് വോളിയം, വെലോസിറ്റി ആൻഡ് വെറൈറ്റി. വോളിയം എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് പറഞ്ഞു. സ്കെയിൽ ഔട്ട് കപ്പാസിറ്റി വൈൽ യൂസിങ് എക്സിസ്റ്റൻസ് കമ്മോഡിറ്റി സർവീസ്. ആവശ്യമായ എക്സിസ്റ്റിംഗ് ചെയ്യുന്ന നമ്മുടെ യൂസ്ഡ് ആയിട്ടുള്ള, അതായത് ലോ കോസ്റ്റ് കമ്മോഡിറ്റി സർവീസസുകൾ വെച്ചിട്ട്, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകൾ വെച്ചിട്ട്, അല്ലെങ്കിൽ നോഡുകൾ വെച്ചിട്ട് നമുക്കിതിനെ സ്കെയിൽ ഔട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്തിനെ അഡ്രസ് ചെയ്യാൻ പറ്റും, നമുക്ക് വോളിയത്തിനെ അഡ്രസ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം വെലോസിറ്റിയാണ്. വെലോസിറ്റി എടുക്കുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് സ്കീം ഓൺ റീഡ് റാദർ ദാൻ സ്കീം ഓൺ റൈറ്റ്. അതായത് സ്കീം ഓൺ റൈറ്റ്
ഫാസ്റ്റ് റൈറ്റ്സ് ബൈ യൂസിങ് സ്കീം ഓൺ റീഡ്. അതെന്നുവെച്ചാൽ നമുക്ക് ഡേറ്റ പോകുന്ന സമയത്ത് നമുക്ക് എന്തിനേയും കൊണ്ട് പോകാൻ പറ്റും, നമ്മുടെ സ്ട്രക്ചറിനെയും കൊണ്ട് പോയി നമുക്ക് അതിനെ എഴുതാം. റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സ്ട്രക്ചറിനെ റീഡ് ചെയ്യാം. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ടൊന്ന്, സ്കീമ ഓൺ റീഡ്. റീഡ് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് എന്ത് മതി, അതിൻ്റെ സ്ട്രക്ചർ മതി. അതേസമയം എഴുതുന്ന സമയത്ത് നമുക്ക് ഈ സ്ട്രക്ചറിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം എന്താണ്, വി ആർ യൂസിങ് ഓൺലി ബ്ലോക്ക് സൈസ്. ബ്ലോക്ക് സൈസ് ആയിട്ടാണ് നമ്മൾ ക്ലസ്റ്ററിൽ കൊണ്ട് എഴുതുന്നത്. ആ സമയത്ത് നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, സ്കീമയുടെ ആവശ്യമില്ല. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഒരാൾ ഡേറ്റ റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് കിട്ടണം, നമുക്ക് ഡേറ്റ കിട്ടണം. അപ്പൊ അവിടെയാണ് സ്കീമ ഓൺ റീഡ്. റീഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ആരുടെ സിഗ്നിഫിക്കൻസ് വരുന്നുള്ളൂ, സ്കീമയുടെ സിഗ്നിഫിക്കൻസ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തുണ്ട്, റൈറ്റ് ലേറ്റൻസി ഡസ് നോട്ട് ഒക്കർ. റൈറ്റ് ലേറ്റൻസി ഉണ്ടാവത്തില്ല ബിക്കോസ് ഓഫ് ദ നോഡ് ഓർ നെറ്റ്വർക്ക് ഫെയിലുവർ. നോഡ് ഫെയിലുവറോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഫെയിലുവറോ ഉണ്ടെങ്കിൽ എന്ത് വരത്തില്ല, റൈറ്റ് ലേറ്റൻസി ഉണ്ടാവത്തില്ല. ഇനി അടുത്ത വെറൈറ്റി ആണ്. വെറൈറ്റി എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഫയലുകളെ ഇതിന് സ്റ്റോർ ചെയ്യാൻ പറ്റണം. നമ്മൾ പറഞ്ഞു എന്താണ്, ആദ്യമേ തന്നെ പറഞ്ഞു സ്കീമാലെസ് ഡേറ്റ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനുള്ളിൽ എല്ലാ ഡേറ്റയും കൊണ്ട് എഴുതി പിടിപ്പിക്കാൻ നമുക്ക് പറ്റും. അതിൻ്റെതായ ചില സ്ട്രക്ചറുകൾ നമ്മൾ ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ യൂസിങ് ദ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ദാറ്റ് ആർ അവൈലബിൾ ഇൻ യുവർ NoSQL, we can address the variety part of the NoSQL. അപ്പം നാല് ടൈപ്പ് ഓഫ് NoSQL ഡേറ്റ സ്റ്റോറേജ് ആണ് പറയുന്നത്. ഒന്ന് കീ വാല്യൂ, ഡോക്യുമെന്റ്, കോളം ഫാമിലി ആൻഡ് ഗ്രാഫ്. കീ വാല്യൂ എന്ന് പറയുന്നത് ഒരു കീയും ഒരു വാല്യൂ, ഞാൻ നേരത്തെ അത് കാണിച്ചു തന്നിട്ടുള്ളതാണ്, എങ്ങനെയാണ് ഒരു കീയും ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ദിസ് വിൽ ബി സ്റ്റോർഡ് ആസ് എ ടേബിൾ. അങ്ങനെ ഈ കീ വാല്യൂവിനെ നമ്മളൊരു ടേബിളായിട്ട് യൂസ് ചെയ്യുന്ന മെക്കാനിസമാണ് ഏതിലുള്ളത്, ഈ കീ വാല്യൂ റെപ്രസെൻറ്റേഷനിലുള്ളത്. Then the table is a list of values where each value is identified by a key. അതായത് ഒരു കീ ഉണ്ടാവും, ആ കീക്ക് അപ്പുറത്തേക്ക് മാറിയിട്ട് ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഉണ്ടാവും. അതായത് V1, V2, V3 ഇതിങ്ങനെ ഒന്നിച്ചായിട്ടായിരിക്കും നമുക്കിതിനെ ഒരു ലിസ്റ്റ് ആയിട്ടായിരിക്കും നമുക്കിതിനെ കാണാൻ പറ്റുക. Then the value is opaque. ഈ പറയുന്ന സാധനം വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതല്ല. And to the database and is typically stored as a blob. ഒരു ബൈനറി ലാർജ് ഓബ്ജക്റ്റ് ആയിട്ടാണ് അതിനെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് എന്ത് കാണാം, നമുക്ക് കീ കാണാം, പക്ഷെ ഡേറ്റ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ലിസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ദ വാല്യൂ സ്റ്റോർഡ് ക്യാൻ ബി എനി അഗ്രിഗേറ്റ് റേഞ്ചിങ് ഫ്രം സെൻസർ ഡേറ്റ ടു വീഡിയോസ്. എന്തും നമുക്കൊരു ടെക്സ്റ്റ് മുതൽ, അതായത് ഒരു ന്യൂമറിക്കൽ വാല്യൂ മുതൽ നിങ്ങൾക്കൊരു വലിയ വീഡിയോ വരെ നമുക്ക് അതിനകത്ത് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാൻ പറ്റും. So the key value storage device generally do not maintain any indexes. Therefore writes are quite fast. അപ്പോൾ ഇൻഡെക്സ് കീപ്പ് ചെയ്യാത്തതുകൊണ്ട് റൈറ്റുകൾ ഫാസ്റ്റ് ആണ്. Based on a simple storage model, key value storage devices are highly scalable. ഇങ്ങനെ കീയും വാല്യൂമായിട്ട് സൂക്ഷിക്കുന്നതുകൊണ്ട് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും കൊണ്ടുപോയി ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കാമല്ലോ. കാരണം ഇവിടെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, 100 എണ്ണം കഴിയുമ്പോൾ നിർത്തണം, അല്ലെ 1000 എണ്ണം കഴിയുമ്പോൾ നിർത്തണം എന്നൊരു റെസ്ട്രിക്ഷനും ഇല്ലല്ലോ നമുക്ക് അങ്ങനെ വളരെ കൃത്യമായിട്ട് നമുക്കിങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കാം. So as keys are the only means of retrieving the data, the key is usually appended with the type of value being served for a retrieval purpose. അപ്പോൾ എല്ലാ റിട്രീവൽസും എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, കീയെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് കീ എങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത്, വാല്യൂ ബീയിങ് സെർവ്ഡ് ഫോർ ഈസി റിട്രീവൽ ഈസി ആക്കത്തക്ക വിധത്തിലുള്ള ഒരു ഡേറ്റ റെപ്രസെൻറ്റേഷൻ ആണ് കൊടുക്കേണ്ടത് എന്നാണ് ഇത് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1 2 3 അണ്ടർസ്കോർ സെൻസർ 1, ഇത് മറ്റേ സെൻസർ കോറിൽ നിന്ന് കിട്ടുന്ന ഒരു വാല്യൂ എന്നുള്ള അർത്ഥം. ടു പ്രൊവൈഡ് സം സ്ട്രക്ചർ ടു ദി സ്റ്റോർഡ് ഡേറ്റ, most key value storage devices provide collections or buckets into which key value pair can be organized. അപ്പം നമുക്ക് പലതരത്തിലുള്ള ഡേറ്റ വരുന്നു പറഞ്ഞു. ഒന്ന് ടെക്സ്റ്റ് ആകാം, ചിലപ്പോൾ ഇമേജ് ആകാം, ചിലപ്പോൾ വീഡിയോ ആകാം. ഇതേതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനുള്ളിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് പറ്റിയ ബക്കറ്റ്സ് അവിടെ അവൈലബിൾ ആണ്. ആ ബക്കറ്റ്സിലേക്ക് നമുക്ക് ഡേറ്റ കൊണ്ടിടാം എന്നാണ് പറയുന്നത്. ഞാനിവിടെ പറയുന്നത് കണ്ടില്ലേ, യു ഹാവ് എ കീ. ഇപ്പോൾ 631 എന്ന് പറയുന്ന ഒരു വാല്യൂ, അത് ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഡിഫറെൻറ്റ് ഒരു ടെക്സ്റ്റ് ആണ്. നമുക്കിവിടെ കാണാം, കണ്ടില്ലേ, ഇവിടെ വി ക്യാൻ സീ ഇറ്റ് ആസ് എ ടെക്സ്റ്റ്.
Then ഇവിടെ നോക്കുക, രണ്ടാമത്തത് നോക്കിയാൽ രണ്ടാമത്തത് ഒരു ഇമേജ് ആണ്. ഇറ്റ് ഈസ് ഗോയിങ് ഇൻ ടു എ ബൈനറി ലാർജ് ഒബ്ജക്റ്റ്. സോ ഒരു ബൈനറി ലാർജ് ഒബ്ജക്റ്റ് ആയിട്ടാണ് അത് പോകുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് XML ഡേറ്റ. XML ഡേറ്റ അറിയാമല്ലോ. XML ഡേറ്റ മീൻസ് ഒരു ടാഗ് ബേസ്ഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് പോലെയാണ് അത് വരുന്നത്. അപ്പോൾ ആ ടാഗിനെ കംപ്ലീറ്റ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നത് ഡേറ്റാബേസിന്റെ ഒരു സ്ട്രക്ചറാണ് ഈ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ യു ഹാവ് ഡിഫറെൻറ്റ് ബക്കറ്റ്സ് ഓവർ ഹിയർ. ഈ ബക്കറ്റ്സിലേക്ക് നമുക്ക് ഡേറ്റയെ കൊണ്ടുവന്ന് ആവശ്യാനുസരണം നമുക്ക് കൊണ്ടുവന്ന് ഇടാൻ പറ്റും. സോ സപ്പോർട്ട് കംപ്രസിങ് ദ വാല്യൂസ്. ചില സമയത്ത് നമുക്ക് ഈ വാല്യൂസിനെ ഇങ്ങനെ ഇടാതെ നമുക്ക് കംപ്രസ് ചെയ്ത് കൊണ്ടിടാൻ പറ്റും. എന്തിനാന്ന് വെച്ചാൽ കംപ്രസ് ചെയ്ത് കൊണ്ടിടുമ്പോൾ സ്പേസിന്റെ റെഡ്യൂസിങ് ദ സ്റ്റോറേജ് സ്പേസ്. ആ സ്റ്റോറേജ് സ്പേസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിതിനെ കംപ്രസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അങ്ങനെ കംപ്രസ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് റിട്രീവ് ചെയ്യുമ്പോൾ ഒരു ലേറ്റൻസി ജനറേറ്റ് ചെയ്യും. കാരണം എന്താ? ഈ ലേറ്റൻസി ജനറേറ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? നിങ്ങൾ ഇട്ട ഡേറ്റയെ അല്ലെങ്കിൽ കംപ്രസ് ചെയ്തിട്ട് ഡേറ്റയെ ഡീകംപ്രസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? നമുക്ക് നമ്മളുടെ ഫോമിലേക്ക് കൊണ്ടുതരാൻ അല്ലെങ്കിൽ നമ്മളുടെ റിക്വയർമെന്റിന് കൊണ്ടുതരാൻ. സോ ദിസ് ഡീകംപ്രഷൻ ക്രിയേറ്റ്സ് സം കൈൻഡ് ഓഫ് എന്തുണ്ടാക്കും? സം കൈൻഡ് ഓഫ് ലേറ്റൻസി. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഡീകംപ്രഷൻ വേണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇത് എപ്പോഴാണ് ഇത് അപ്രോപ്രിയേറ്റ് ആകുക? When unstructured data is required. Unstructured data സ്റ്റോറേജ് വേണ്ടി വരുന്നു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. ഇനി ഹൈ പെർഫോമൻസ് റീഡ് റൈറ്റ് റിക്വയർഡ്. അപ്പൊ പെട്ടെന്ന് എഴുതുകയും വേണം, പെട്ടെന്ന് വായിക്കുകയും വേണം. അപ്പൊ അങ്ങനെ പെട്ടെന്ന് കിട്ടണം, എല്ലാം പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് നടക്കണമെന്നുള്ള സമയത്ത് നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. ദ വാല്യൂ ഇസ് ഫുള്ളി ഐഡന്റിഫൈഡ് ബൈ ദ കീ അലോൺ. ഒരു കീ വെച്ചിട്ട് മാത്രം വാല്യൂവിനെ കിട്ടിയാൽ മതി, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ. Then value is a standalone entity that is not depend on other values. ഒരു വാല്യൂ സ്റ്റാൻഡലോൺ വാല്യൂസിനെ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരുന്നു. അതിന് വേറെ ഒരു ഡിപ്പെൻഡൻസിയും ഒരിടത്തും ഉണ്ടാവരുത്. നമ്മുടെ പ്രീവിയസ് പിക്ചർ കണ്ടാൽ അറിയാമല്ലോ. ഒന്ന് ടെക്സ്റ്റ് ആണെങ്കിൽ ഒന്ന് ഇമേജ് ആണ്, ഒന്ന് ഇമേജ് ആണെങ്കിൽ ഒന്ന് XML ആണ്, ഒന്ന് XML ആണെങ്കിൽ ഒന്ന് വീഡിയോ ആണ്. സോ വാല്യൂസ് ഹാവ് എ കമ്പാരിറ്റീവ് സിമ്പിൾ സ്ട്രക്ചർ ഓർ ബൈനറി. ഒന്നുകിൽ സിമ്പിൾ സ്ട്രക്ചർ ആകാം. നമ്മുടെ ആദ്യത്തെ ടെക്സ്റ്റ് ഒരു സിമ്പിൾ സ്ട്രക്ചർ മെക്കാനിസം ആണ്. രണ്ടാമത്തെ XML ഒരു സിമ്പിൾ സ്ട്രക്ചർ മെക്കാനിസം ആണ്. അതിനിടയിൽ വരുന്ന ഇമേജ് എന്ന് പറയുന്നത് ബൈനറിയാണ്. ഇറ്റ്സ് എ ബൈനറി ലാർജ് ഒബ്ജക്റ്റ്. Query patterns are simple, involving insert, delete operations only. Insert, select and delete operations only. ഇതിൽ ഉപയോഗിക്കുന്ന query എന്ന് പറയുന്നത് ഈ മൂന്ന് ടൈപ്പ് ആയിരിക്കും. ഏതാണ്? ഒന്നിൽ ഇൻസർട്ട്, സെലക്ട് അല്ലെങ്കിൽ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻസിന് വേണ്ടി വരുന്ന സെപ്പറേറ്റ് എന്താണ് അതിന് വേണ്ടി വരുന്ന സെപ്പറേറ്റ് ഈ മൂന്ന് തരത്തിലുള്ള ക്വറികൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടുന്ന റിക്വയർമെന്റ് ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് കീ വാല്യൂസ് ഉപയോഗിക്കാൻ പറ്റും. ദെൻ ദിസ് ഈസ് ഇൻഅപ്രോപ്രിയേറ്റ്. ഇത് ചില സ്ഥലങ്ങളിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആവും. എവിടെയാണ്? ആപ്ലിക്കേഷൻ സെർച്ചിങ് ഓർ ഫിൽറ്ററിംഗ് ഓഫ് ഡേറ്റ യൂസിങ് ആട്രിബ്യൂട്ട്സ്. നമ്മൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ആട്രിബ്യൂട്ട് വെച്ചിട്ട് ഡേറ്റ നമുക്ക് സെർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ അകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റിനകത്ത് ഇപ്പോൾ സപ്പോസ് ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നെയിം, ഡേറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ഡിഫറെന്റ് കീ വാല്യൂ എൻറ്റിറ്റീസ്. പല കീകളും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ഡിഫറെന്റ് ബക്കറ്റ്സ് ആണ്, നമ്മൾ ഓരോ ബക്കറ്റ്സിലേക്ക് കൊണ്ടിടുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവിടെ റിലേഷൻ പറ്റത്തില്ല. ദെൻ ഗ്രൂപ്പ് ഓഫ് കീസ് വാല്യൂ നീഡ് ടു ബി അപ്ഡേറ്റഡ് ഇൻ എ സിംഗിൾ ട്രാൻസാക്ഷൻ. ഇതിനകത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് കീയെ ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ വെച്ച് അപ്ഡേറ്റ് ചെയ്യണം. അന്നേരം പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഗ്രൂപ്പ് കീ എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഇല്ല. ഒരു കീക്ക് ഒരു ഗ്രൂപ്പാണ്, അല്ലേ? ഒരു കീക്ക് ഒരു വാല്യൂ ആണ്, വേറൊരു കീക്ക് വേറൊരു വാല്യൂ ആണ്. അതുകൊണ്ട് ഒരേ തരത്തിലുള്ള കീ നമുക്ക് നോക്കിയിട്ട് ഗ്രൂപ്പ് ഓഫ് കീസിനെ നമുക്ക് എടുത്തിട്ട് ഒറ്റ സിംഗിൾ ട്രാൻസാക്ഷൻ വെച്ചിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. Then multiple keys requires manipulation on a single operation. പല കീകളിലുള്ള ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്യണം ഒരു സിംഗിൾ ഓപ്പറേഷൻസ് വെച്ച്, അതും പറ്റത്തില്ല. Then schema consistency across different values required. ഒരേ സ്കീമ വെച്ചിട്ട് പലതരത്തിലുള്ള വാല്യൂവിനെ നമുക്ക് സ്റ്റോർ ചെയ്യണം.
അങ്ങനെയുള്ള സമയത്തും ഇതിനെ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത് നമ്മൾ എന്ത് പറയുന്നത്, ദീസ് ആർ ദ സിറ്റുവേഷൻസ് വെയർ കീ വാല്യൂ കോണ്ടെക്സ്റ്റ് ഈസ് ഇൻഅപ്രോപ്രിയേറ്റ്. ഇതിന്റെ മേജർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ആമസോൺ ഡൈനാമോ DB എന്ന് പറയുന്ന ഡേറ്റാബേസ് ആണ്. അത് പുതിയ ഡേറ്റാബേസ് ആണ്. രണ്ടാമത്തേതാണ് ഡോക്യുമെന്റ് എന്ന് പറയുന്ന സംഗതി. that this document storage device also store data as key values. നോക്കൂ ഇവിടെ key value തന്നെ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതൊരു key value ആണല്ലോ. You have a key and you have a value. ഒരു key ഉണ്ട്, ഒരു value ഉണ്ട്. However, unlike key value storage devices, the stored value is a document that can be queried by the database. അപ്പോൾ ഈ വാല്യൂവിനെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കീയെ ക്വറി ചെയ്തിട്ടല്ല ഡേറ്റ എടുക്കുന്നത്, പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വാല്യൂവിനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്വറി ചെയ്യാൻ പറ്റും. അതാണ് പ്രത്യേകത. So these documents can have a complex nested structure as an invoice. ഇതൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഇതിനകത്ത് നോക്കിയാൽ ഇതിനകത്തൊരു നെസ്റ്റഡ് സ്ട്രക്ചർ ആണ് ഇതിനകത്തുള്ളത്. കാരണം ഒരു ഇൻവോയ്സ് ID ഉണ്ട്, ഒരു ഡേറ്റ് ഉണ്ട്, ഒരു കസ്റ്റമർ ID ഉണ്ട്, ഡിഫറെൻറ്റ് ഐറ്റംസ് ഉണ്ട്, അതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ട്, ഐറ്റം നെയിം ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, എമൗണ്ട് ഉണ്ട്. അങ്ങനെ ഒരു നെസ്റ്റഡ് ടൈപ്പ് ഓഫ് ഡേറ്റ സ്റ്റൈലാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ the documents can be encoded using a text-based encoding or you can use a binary encoding scheme. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള എൻകോഡിംഗ് സ്കീംസ് ഉപയോഗിക്കാമെന്ന് പറയുന്നു. ഒന്ന് ഒരു XML ഫോം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നോർമൽ ഫോം. അതല്ലെങ്കിൽ യു ക്യാൻ യൂസ് എ JSON. JSON എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ലൈറ്റ് വെയ്റ്റ് മെക്കാനിസം ആണ്. ഇറ്റ്സ് എ ഫോർമാറ്റ്, ഒരു ലൈറ്റ് വെയ്റ്റ് ഫോർമാറ്റ് ആണ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്, വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ storing and transferring data between in a network അല്ലെങ്കിൽ between nodes എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഒരു ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റും, അതോടൊപ്പം തന്നെ സ്റ്റോർ ചെയ്യാൻ. ഇനി ഇതൊരു വേറൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ സീരിയലൈസിങ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് സ്ട്രക്ചേർഡ് ഡേറ്റ ഓവർ എ നെറ്റ്വർക്ക്. ഒരു സ്ട്രക്ചേർഡ് ഡേറ്റ ഒരു നെറ്റ്വർക്ക് വഴി ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള മെക്കാനിസമാണ് JSON തരുന്നത്. അതിൻ്റെ ബൈനറി ഈക്വലൻ്റ് ആണ് ഏതെന്ന് പറയുന്നത് ബൈനറി എൻകോഡിംഗ് സിസ്റ്റം അല്ലെങ്കിൽ BSON എന്ന് പറയുന്ന സാധനം. അതെന്തോ ആവട്ടെ, കാരണം ഇതിപ്പോൾ സ്ട്രക്ചേർഡ് ആവും. കാരണം വെൻ യു കൺവേർട്ട് ഇറ്റ് ഇൻ ടു JSON ദിസ് വിൽ ബിക്കം എ സ്ട്രക്ചേർഡ് ഫോം. ദെൻ the main difference എന്ന് പറയുന്ന മെയിൻ ഡിഫറൻസ് മീൻസ് ദി ഫീച്ചേഴ്സ് ഓഫ് ഏതാണ് നമ്മൾ പറയുക, ഫീച്ചേഴ്സ് ഓഫ് ദി ഡോക്യുമെന്റ്. ഇറ്റ്സ് ഓൾസോ എ വാല്യൂ അവെയർ കോണ്ടെക്സ്റ്റ്. വാല്യൂ അവെയർ ആണ്, കാരണം വാല്യൂവിനാണ് ഇവിടെ സിഗ്നിഫിക്കൻസ്. ദ സ്റ്റോർഡ് വാല്യൂ ഈസ് സെൽഫ് ഡിസ്ക്രൈബിങ്. ആ വാല്യൂ നോക്കിയാൽ തന്നെ അതിൻ്റെ സെൽഫായിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്യും എന്താണെന്നുള്ളത്. സ്കീമ ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം ദി സ്ട്രക്ചർ ഓഫ് ദ വാല്യൂ or reference to the schema for the document included in the value. അപ്പോൾ ആ വാല്യൂ നോക്കിയാൽ നമുക്കറിയാം അതിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ കാരണം വാല്യൂവിൽ നോക്കുമ്പോൾ നമുക്കറിയാം. ഇപ്പം ഇൻവോയ്സ് നമ്പർ, കസ്റ്റമർ ID, ഡേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം എന്താണ് ഇതൊരു ഇൻവോയ്സുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എ സെലക്ട് ഓപ്പറേഷൻ ക്യാൻ റെഫറൻസ് എ ഫീൽഡ് ഇൻസൈഡ് ദി അഗ്രിഗേറ്റ് വാല്യൂ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്വറി നടത്തുമ്പോൾ നമുക്ക് ആ ഇൻവോയ്സ് എന്ന് പറയുന്ന ആ വാല്യൂവിലേക്ക് പോയിട്ട് നമുക്ക് ഒരു വാല്യൂവിൽ പോയിട്ട് നമുക്ക് അതിൻ്റെ ഓപ്പറേഷൻസ് നടത്താൻ പറ്റും. എ സെലക്ട് ഓപ്പറേഷൻ ക്യാൻ റിട്രീവ് എ പാർട്ട് ഓഫ് ദി അഗ്രിഗേറ്റ് വാല്യൂ. ആ വാല്യൂവിലുള്ള ഇപ്പോൾ എനിക്ക് കസ്റ്റമർ ID മാത്രം മതിയെങ്കിൽ എനിക്ക് ആ കസ്റ്റമർ ID മാത്രം എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പാർഷ്യൽ അപ്ഡേറ്റ്സ് ആർ സപ്പോർട്ടഡ്. എന്താണ് ഈ പാർഷ്യൽ അപ്ഡേറ്റ്സ്? അതിനകത്ത് ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് കൊടുത്ത ഇൻവോയ്സ് ആണ്, ആ കസ്റ്റമർ തെറ്റിപ്പോയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കസ്റ്റമർ ID മാറ്റണം. ആ കസ്റ്റമർ ID മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഐറ്റം കുറച്ച് മതി എന്ന് പറഞ്ഞു, അങ്ങനെ ആ ഒരു ഐറ്റം മാത്രം കുറച്ചെടുക്കുന്നു. ആ സമയത്ത് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, നമുക്ക് ഈ കീ വാല്യൂ സ്റ്റോറേജ് വെച്ചിട്ട് നമുക്കതിനെ ചെയ്യാൻ പറ്റും. Then indexes that speed up the searches are generally supported. അപ്പോൾ ഇത് ഒരു ഇൻഡെക്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി മാത്രം? റിട്രീവൽ സെർച്ചസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഇൻഡെക്സ് കീപ്പ് ചെയ്യുന്നുണ്ട്.
ഇതിന് ഡിഫറെൻ്റ് സ്കീമയുണ്ട്. ഇറ്റ് ഈസ് പോസിബിൾ ടു സ്റ്റോർ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡോക്യുമെൻറ്റ് ഇൻ ദ സെയിം കളക്ഷൻ ഓർ ബക്കറ്റ്. അതായത് ഒരേ കളക്ഷനിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള പ്രൊവിഷനും ഇത് തരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദ്യം ചോദിക്കും. കാരണം ഇപ്പോൾ ഒരു ഇൻവോയ്സ് വരുന്നു, ആ ഇൻവോയ്സ് സ്റ്റോർ ചെയ്ത് ചിലപ്പോൾ ഒരു ബില്ലായിരിക്കും വരുന്നത്, ബില്ലിനെ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാം. ബട്ട് വി ഹാവ് ടു യൂസ് മറ്റേ ഏത് ഉപയോഗിച്ച പോലെയാണ്, കീ വാല്യൂ ഉപയോഗിച്ച പോലെ വി വിൽ യൂസ് എ കീ ഫോർ ഇൻവോയ്സ് ആൻഡ് അനദർ കീ ഫോർ ഏതാണ് ഒരു ബില്ലിന് വേറൊരു ഇതൊക്കെയാണ്. അഡീഷണൽ ഫീൽഡ്സ് ക്യാൻ ബി ആഡഡ് ടു ദ ഡോക്യുമെന്റ് ആഫ്റ്റർ ഇനീഷ്യൽ ഇൻസേർട്ട്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ടൈമിൽ നമ്മൾ ഒരു സെറ്റ് ഓഫ് ഫീൽഡുകൾ ഇംപ്ലിമെന്റ് ചെയ്തു അല്ലെങ്കിൽ ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് കുറച്ച് എന്തും കൂടെ വേണം, 1-2 പുതിയ ഫീൽഡുകളും കൂടി വേണം. എനിക്ക് അങ്ങനെയാണെങ്കിൽ ആ പുതിയ ഫീൽഡുകളും കൂടി ആഡ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മളതിനെ ഫ്ലെക്സിബിൾ സ്കീമ സപ്പോർട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനിഷ്യലി നമ്മൾ എന്ത് ചെയ്തു, അതിന് പകരം ആയിട്ടുള്ള വേറെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനോടൊപ്പം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. വേറെ ഫീൽഡുകളെയും നമുക്ക് പിന്നീട് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ആവശ്യകത. ഇനി ഇത് എപ്പോഴാണ് യൂസ്ഫുൾ ആവുന്നത് എന്നുള്ളതാണ്, ഇതെപ്പോഴാണ് അപ്രോപ്രിയേറ്റ് ആകുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ഒന്ന്, സ്റ്റോറിങ് സെമി സ്ട്രക്ചേർഡ് ആൻഡ് ഡോക്യുമെന്റ് ഓറിയന്റേറ്റഡ് കംപ്രൈസിങ് ഓഫ് ഫ്ലാറ്റ് ഓർ നെസ്റ്റഡ് സ്കീമ. അത് പ്രത്യേകിച്ച് ഫ്ലാറ്റ് ആയിട്ട്, അതായത് ഒരു പ്ലെയിൻ ടെക്സ്റ്റ് പോലെയോ അതല്ലെങ്കിൽ ഒരു ഇൻവോയ്സ്, നമ്മുടെ ബുക്ക്, അതുപോലൊക്കെയുള്ള സാധനങ്ങളൊക്കെ വരുന്ന അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. പാർഷ്യൽ അപ്ഡേറ്റ്സ് ഓഫ് അഗ്രഗേറ്റ് സ്റ്റോർഡ് ഡേറ്റ ഇൻ എ ഡോക്യുമെന്റ്. അപ്പോൾ അതായത് ഒന്നിച്ച് സ്റ്റോർ ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അകത്തുനിന്ന് ഒരു സാധനത്തിനെ എടുത്ത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. Then searches need to be performed on different field of the documents. ആ ഡോക്യുമെന്റിൽ പല ഫീൽഡുകളിൽ നമുക്ക് സെർച്ച് പോസിബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും. Then storing domain objects like customers in serialized objects from object form. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജെയ്സൺ എന്ന് പറയുന്നത് ഒരു സീരിയൽ ഫോമിൽ ഒരു ഓബ്ജക്റ്റിനെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ മെക്കാനിസമാണ്. അപ്പം അങ്ങനെ ജെയ്സൺ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ജെയ്സൺ പോലെയുള്ള ഫോർമാറ്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു സീരിയലൈസ്ഡ് ടൈപ്പ് ഓഫ് ഓബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ദെൻ ഇൻസേർട്ട്, അപ്ഡേറ്റ് മുതലായ ഡിലീറ്റ് ഓപ്പറേഷൻസ് മുതലായ തരത്തിലുള്ള കുറേ പാറ്റേൺസ് വരുന്ന ഡേറ്റയാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട രീതിയിൽ നമുക്കതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് എപ്പോഴാണ് ഇന്നപ്രോപ്രിയേറ്റ് ആവുക എന്നുള്ള ഒരു ചോദ്യം വരും. അത് ഇന്നപ്രോപ്രിയേറ്റ് ആകുന്ന എപ്പോഴാന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഡോക്യുമെന്റ്സ് ടു ബി അപ്ഡേറ്റഡ് ആസ് പാർട്ട് ഓഫ് എ സിംഗിൾ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ വെച്ച് മൾട്ടിപ്പിൾ ഡോക്യുമെന്റ്സ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. പെർഫോമിംഗ് ഓപ്പറേഷൻസ് ദാറ്റ് നീഡ്സ് ജോയിൻ ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ഡോക്യുമെന്റ്സ് ഓർ സ്റ്റോറിംഗ് ഡേറ്റ ദാറ്റ് ഈസ് നോർമലൈസ്ഡ്. അപ്പം നോർമലൈസ്ഡ്, ഒരു സ്ട്രക്ചറൽ നോർമലൈസ് ചെയ്ത ഡേറ്റയെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഇതുകൊണ്ട് പറ്റത്തില്ല. പിന്നെ ജോയിൻ ഓപ്പറേഷൻസ് വെച്ച് മൾട്ടിപ്പിൾ ഡോക്യുമെന്റ്സിനെ ജോയിൻ ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെയുള്ള റിക്വയർമെന്റുകൾ വരികയാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. Then the stored value is not self-describing and does not have a reference to a schema. സെൽഫ് ഡിസ്ക്രൈബിങ് നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ഡേറ്റ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാകണം, ഇത് ഇന്ന വാല്യൂ ആണ് എന്ന് മനസ്സിലാകണം. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ സെൽഫ് ഡിസ്ക്രൈബിങ് നേച്ചറാണ് എന്തിനെ റെഫർ ചെയ്യുന്നത്, സ്കീമയെ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ബൈനറി ഡേറ്റ നീഡ്സ് ടു ബി സ്റ്റോർഡ്. ബൈനറി ഡേറ്റ ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അതിനാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്, കീ വാല്യൂ എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ കംസ് ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് MongoDB, ClutchDB, ടെറാസ്റ്റോർ എന്നിങ്ങനെയൊക്കെ പറയുന്ന പല പുതിയ ഡേറ്റാബേസുകളും രംഗത്ത് വന്നിട്ടുണ്ട്. ദെൻ അടുത്തതാണ് കോളം ഫാമിലി മെക്കാനിസം അല്ലെങ്കിൽ കോളം ഫാമിലി സ്റ്റോറേജ്. ഇതൊന്നുമില്ല, നമ്മളുടെ ഒരു ഡേറ്റാബേസ് തന്നെയാണ് ശരിക്കും. യു ഹാവ് എ സ്റ്റുഡൻറ് ID, അതിനുള്ളിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്, അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നുണ്ട്, മോഡ്യൂൾസ് ഹിസ്റ്ററി സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിപ്പോൾ നമ്മളൊരു ടേബിളായിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 ഫീൽഡുകളുണ്ട്. നമുക്കിതിനെ നോർമലൈസ് ചെയ്യുമ്പോൾ 3 ഡിഫറെൻറ്റ് ടേബിളുകളാക്കി കൊണ്ടുവരണം.
പക്ഷെ ഇവിടെ ഒന്ന് നോക്കിക്കേ, നമ്മളുടെ ഒരു ടേബിൾ ഇവിടെ ഒരു ഫീൽഡായിട്ടല്ലേ പോകുന്നത്. ഒരു 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 എന്താണ് ഒരു കംപ്ലീറ്റ് ടേബിൾ നമുക്ക് ഒരു ഫീൽഡായിട്ട് ഇവിടെ കിട്ടുന്നു. ദാറ്റ് ഈസ് എ ടേബിൾ ഈസ് ആക്ടിങ് ആസ് എ കോളം. അങ്ങനെ കോളംസിന്റെ ഫാമിലി, ഒരു ഒന്നിൽ കൂടുതൽ കോളംസ് ഇതിൽ ഉൾപ്പെടുന്നു. ഇതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? വി കോൾ ഇറ്റ് ആസ് എ കോളം ഫാമിലി. അപ്പോൾ നമുക്കൊരു ഗുണമുണ്ട്. എന്താണ്? ഈ ഒരു ഡേറ്റ റെഫർ ചെയ്താൽ നമുക്ക് ഒരുപാട് ഡേറ്റ കിട്ടും. ഇനി ഇതിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് മാത്രം മതിയെങ്കിൽ നമുക്ക് അതിലേക്ക് പോവാം. ഇത് മാത്രം മതിയെങ്കിൽ ഇതിലേക്ക് വരാം. ഇത് മാത്രം മതിയെങ്കിൽ ഇതിലേക്ക് വരാം. ഈ കാര്യങ്ങളാണ് ഇനി അടുത്ത 2 സ്ലൈഡുകളിൽ പറയുന്നത്. ഒന്ന്, ഡിവൈസ് സ്റ്റോർ ഡേറ്റ മച്ച് ലൈക്ക് എ ട്രഡീഷണൽ RDBMS. സംശയമൊന്നുമില്ല, കാരണം ട്രഡീഷണൽ RDBMS പോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ബട്ട് ഗ്രൂപ്പ് റിലേറ്റഡ് കോളംസ് ടുഗദർ ഇൻ എ റോ റിസൾട്ടിങ് ഇൻ കോളം ഫാമിലീസ്. അതെ, റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നതിനെ ഒന്നിച്ചാക്കി, അങ്ങനെയുള്ള അഡ്രസ് അതെല്ലാം കൂടെ ഒന്നിച്ചാക്കി, മോഡ്യൂൾസ് അതെല്ലാം കൂടെ ഒന്നിച്ചാക്കി, എന്നിട്ട് അതിനെ എന്താക്കി മാറ്റുന്നു? ഒരു റോ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. Then each column can have a collection of related columns. നോക്ക്, collection of related columns itself. ഇതെല്ലാം ഓരോ കോളം അല്ലേ? ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഇതെല്ലാം, അതായത് നാഷണാലിറ്റി, ഇതെല്ലാം എന്താണ്? ഒരു കോളത്തിൽ തന്നെ പല കോളങ്ങളെ ഉൾക്കൊള്ളിപ്പിച്ചിരിക്കുകയാണ്. Then it is referred as a super column. ഇപ്പോൾ സൂപ്പർ കോളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ്, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് റിലേറ്റഡ് കോളംസ് ഇൻ എ കോളം ഫാമിലി. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു ഗ്രൂപ്പ് ഓഫ് കോളംസിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് അതിന്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വി കോൾ ഇറ്റ് ആസ് എ കോളം ഫാമിലി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈച്ച് സൂപ്പർ കോളം ക്യാൻ കണ്ടെയ്ൻ ആർബിട്രറി നമ്പർ. ഓരോ സൂപ്പർ കോളംസിനും n നമ്പർ ഓഫ് റിലേറ്റഡ് കോളംസ് ആകാം. ആൻഡ് റിട്രീവ്ഡ് ഓർ അപ്ലോഡഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്. അതിനെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യോ റിട്രീവ് ചെയ്യോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഈച്ച് റോ കൺസിസ്റ്റിംഗ് ഓഫ് മൾട്ടിപ്പിൾ കോളംസ് ഫാമിലീസ്. ഒരു റോ എന്ന് പറയുന്നത് അങ്ങനെയുള്ള മൾട്ടിപ്പിൾ കോളം ഫാമിലീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് ക്യാൻ ഹാവ് എ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് കോളംസ്. ഇതിൽ ഓരോന്നിലും പല തരത്തിലുള്ള കോളംസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ തന്നെ എടുത്താൽ മതിയല്ലോ. അതിനകത്ത് തന്നെ 5 കോളംസ് വേറെ ഉണ്ട്. Thereby manifesting flexible schema. ഇതൊരു ഫ്ലെക്സിബിൾ സ്കീമ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഫ്ലെക്സിബിൾ സ്കീമ എന്താണെന്നുള്ളത്. ഈച്ച് റോ ഈസ് ഐഡന്റിഫൈഡ് ബൈ ദ റോ കീ. പറഞ്ഞല്ലോ, ഇപ്പൊ നേരത്തെ കണ്ട 821 എന്ന് നമ്മൾ കണ്ടു. അത് ഒരു സെറ്റ് ഓഫ് ഡേറ്റയാണ് കാണിക്കുന്നത്. Now column family storage devices എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ഫാസ്റ്റ് ആക്സസ് വിത്ത് റാൻഡം റീഡ് റൈറ്റ് കേപ്പബിലിറ്റി. കാരണം ഇത് നമുക്ക് വളരെ പെട്ടെന്ന് കീ കിട്ടിയാൽ അതിനുള്ളിലുള്ള ഡേറ്റ പെട്ടെന്ന് നമുക്ക് വായിക്കും, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ. ദേ സ്റ്റോർ ഡിഫറെൻറ്റ് കോളം ഫാമിലീസ് ഇൻ ഇവിടെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത കിടക്കുന്നത്. ഡിഫറെൻറ്റ് കോളം ഫാമിലീസ് ഇൻ സെപ്പറേറ്റ് ഡിഫറെൻറ്റ് ഫിസിക്കൽ ഫയൽസ്. അപ്പോൾ ഫിസിക്കൽ ഫയൽസ് എവിടെയാണ്? ഫിസിക്കൽ ഫയൽസ് പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും റിസൈഡ് ചെയ്യുന്നത്. വിച്ച് ഇംപ്രൂവ്സ് കൊറിയർ റെസ്പോൺസീവ്നെസ്. അത് എന്തിനെ പ്രൊവൈഡ് ചെയ്യും? കൊറിയർ റെസ്പോൺസീവ്നെസ്സിനെ കൊണ്ടുവരും. എങ്ങനെ? ഉള്ളി ദ റിക്വയർഡ് കോളം ഫാമിലീസ് ആർ സെർച്ച്ഡ്. അപ്പോൾ നമ്മളൊരു ഒരു സെർച്ച് കൊടുത്താൽ ആ റിക്വയർഡ് ആയിട്ടുള്ള കോളം ഫാമിലി മാത്രം സെർച്ച് ചെയ്തിട്ട് എവിടെ കൊണ്ടുവരും? നമ്മളുടെ റിസൾട്ടിൽ കൊണ്ടുതരും. ഇതെപ്പോഴാണ് യൂസ്ഫുൾ ആവുന്നത് എന്നുള്ള ഒരു ചോദ്യം. എപ്പോഴാണ്? റിയൽ ടൈം റാൻഡം റീഡ് റൈറ്റ് കപ്പാസിറ്റി ഈസ് നീഡഡ് ആൻഡ് ഡേറ്റ ബീങ് സ്റ്റോർഡ് ഹാസ് സം ഡിഫൈൻഡ് സ്ട്രക്ചർ. ഇപ്പോൾ ഈ കോളം ഫാമിലിക്ക് ഒരു ചെറിയ ഡിഫൈൻഡ് സ്ട്രക്ചർ ഉണ്ട്. ഡേറ്റ റെപ്രസെൻറ്റ്സ് എ ടാബുലർ സ്ട്രക്ചർ. ഈച്ച് റോ കൺസിസ്റ്റിംഗ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് കോളംസ് ആൻഡ് നെസ്റ്റഡ് ഗ്രൂപ്പ്സ് ഓഫ് ഇന്റർ റിലേറ്റഡ് ഡേറ്റ എക്സിസ്റ്റ്. നിങ്ങൾ ആ ഓരോ കോളംസും നോക്കിയേ. പേഴ്സണൽ ഇൻഫർമേഷൻ, അഡ്രസ്സ് ആൻഡ് മോഡ്യൂൾസ് കവേർഡ് എന്നൊക്കെ പറയുന്നത് എല്ലാം റിലേറ്റഡ് ആയിട്ടാണ്, ഇന്റർ റിലേറ്റഡ് ഇൻഫർമേഷൻസ് ആണ്. നമ്മുടെ നോർമലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഇതേ സ്റ്റൈൽ തന്നെയാണല്ലോ. പക്ഷെ ഇവിടെ നോർമലൈസേഷൻ എന്ന് പറയുന്നില്ല, നമ്മളെല്ലാം ഒരേ കോളത്തിൽ തന്നെ മൾട്ടിപ്പിൾ കോളംസിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യാം. സർട്ടൻ ഫീൽഡ്സ് ആർ മോസ്റ്റ്ലി ആക്സസ്ഡ് ടുഗദർ. ഒരു സെറ്റ് ഓഫ്
ആട്രിബ്യൂട്ട്സിനെ ഒരു സെറ്റായിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യപ്പെടുന്നത്. ആൻഡ് സെർച്ചസ് നീഡ് ടു ബി പെർഫോംഡ് യൂസിങ് ഫീൽഡ് വാല്യൂസ്. അപ്പോൾ അതിനുള്ളിലുള്ള ഇപ്പോൾ കോളം ഫാമിലി പേഴ്സണൽ ഇൻഫർമേഷൻസ് നെയിം എന്ന് പറയുന്ന ഒരു ഫീൽഡ് എടുത്താൽ നമുക്കതിനെ അങ്ങനെയുള്ള ഡേറ്റ സ്റ്റോറേജ് നടത്തേണ്ട സമയങ്ങളിൽ നമുക്കിതിനെ ഉപയോഗിക്കാം. ദെൻ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് സ്റ്റോറേജ് ഈസ് റിക്വയർഡ്. അപ്പോൾ പ്രധാനമായിട്ടും വേണ്ടത് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് സ്റ്റോറേജ് ആണ്. ഡേറ്റ കൺസിസ്റ്റ് ഓഫ് സ്പാഴ്സി ഓർ പോപ്പുലേറ്റഡ് റോസ്, അതായത് ആവശ്യമില്ലാത്ത ഡേറ്റ, ദറ്റ് ഈസ് നൾ വാല്യൂസോ സീറോ വാല്യൂസോ അങ്ങനെയൊക്കെയുള്ള കോളം ഫാമിലീസിൽ ഫുള്ളായിട്ട് ഡേറ്റ വരാത്ത ടൈപ്പ് ഓഫ് റോസിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്പാഴ്സ്ലി പോപ്പുലേറ്റഡ് റോസ് എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന റോസ് വന്നാൽ സ്പേസ് അലോക്കേറ്റ് ചെയ്യത്തില്ല. ദാറ്റ് മീൻസ് അവിടെ കോളം കൃത്യമായി ഡേറ്റ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, സ്പേസ് അലോക്കേറ്റ് ചെയ്യത്തുള്ളൂ. ഇഫ് നോ കോളം ഈസ് പ്രസന്റ്, നോ സ്പേസ് ഈസ് അലോക്കേറ്റഡ്. എന്നുവെച്ചാൽ കോളം ഇല്ലയോ, ആരെ സ്പേസ് അലോക്കേറ്റ് ചെയ്യത്തില്ല. ഇനി ഇത് ഇൻഅപ്രോപ്രിയേറ്റ് ആകുന്നത് എപ്പോഴാണ്? എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ റിലേഷണൽ ഡേറ്റ ആക്സസ് ഈസ് റിക്വയർഡ്. പറഞ്ഞല്ലോ, റിലേഷണൽ ആക്സസ് പറ്റത്തില്ല. പേഴ്സണൽ ഇൻഫർമേഷൻ ആൻഡ് അഡ്രസ് ഈസ് സോ ആൻഡ് സോ, അങ്ങനെ ഒരു പരിപാടി പറ്റത്തില്ല. ദറ്റ് ഈസ് ജോയിൻസ് ആർ നോട്ട് പെർമിറ്റഡ്. ദെൻ ആസിഡ് ട്രാൻസാക്ഷൻ ഈസ് സപ്പോർട്ട്. അപ്പോൾ ആസിഡ് പ്രോപ്പർട്ടി വേണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല, കാരണം അത് ഡേറ്റാബേസിന് മാത്രം ഉള്ളതാണ്. ബൈനറി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. SQL ടൈപ്പ് ക്വറീസ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നടക്കത്തില്ല. പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന ക്വറി പാറ്റേൺസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെ ക്വറി മാറുമ്പോൾ എന്ത് മാറുന്നുണ്ട്? കറസ്പോണ്ടിങ് റീസ്ട്രക്ചറിങ് ഓഫ് ക്വറി ആർ അറേഞ്ച്ഡ്, because that could initiate a corresponding restructuring of how column families are arranged. ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന കോളം ഫാമിലീസ് റീഅറേഞ്ച് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസിനെ നമുക്ക് ഇത് വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ എക്സാമ്പിളാണ് ആമസോൺ സിമ്പിൾ DB എന്ന് പറയുന്ന ഒരു ഡേറ്റാബേസ് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ അടുത്ത സ്റ്റേജാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. Graph storage devices are used to persist interconnected entities. തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള എൻറ്റിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്, ഗ്രാഫ് സ്റ്റോറേജ് എന്ന് നമ്മൾ പറയുന്നത്. അൺലൈക്ക് അതർ സ്റ്റോറേജ് ഡിവൈസസ് വേർ ദ എംഫസിസ് ഓൺ ദ സ്ട്രക്ചർ ഓഫ് എൻറ്റിറ്റീസ്. ഇതുവരെ നമ്മൾ പറഞ്ഞതിലെല്ലാം സ്ട്രക്ചർ ഓഫ് എൻറ്റിറ്റീസ് ആയിരുന്നു പ്രധാനം. പക്ഷേ ഇവിടെ അതല്ല, ലിങ്കേജ് ബിറ്റ്വീൻ എൻറ്റിറ്റീസ് ആണ്. രണ്ട് എൻറ്റിറ്റീസ് തമ്മിലുള്ള ലിങ്കിനാണ് ഇമ്പോർട്ടൻസ്. അത് നിങ്ങൾക്ക് ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ഉണ്ട്, കസ്റ്റമർ ഉണ്ട്, ദെൻ കസ്റ്റമർ തന്നെ പല കസ്റ്റമേഴ്സ് ഉണ്ട്, യു ഹാവ് പലതരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, പലതരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. റിലേഷൻഷിപ്സ് തന്നെ ഇവിടെ നോക്കിയേ, ഒന്ന് കണ്ടെയ്ൻസ് ആണ്, മറ്റൊന്ന് ബോട്ടാണ്, മറ്റൊന്ന് വ്യൂഡാണ്. അപ്പോൾ ഇതെല്ലാം ഓരോ തരത്തിലുള്ള റിലേഷൻസ് ആണ്. ഇങ്ങനെയുള്ള ഈ റിലേഷൻസിൻ്റെ, അതായത് ലിങ്കേജ് ബിറ്റ്വീൻ എൻറ്റിറ്റീസ്, രണ്ട് എൻറ്റിറ്റീസ് തമ്മിലുള്ള ലിങ്കേജ് ആണ് ഇവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരും. പിന്നെ സ്റ്റോറേജ് പറയുന്നുണ്ട്, ഒന്ന് വെർട്ടിസസ് എന്നും എഡ്ജസ് എന്നും പറയുന്നു. ദാറ്റ് ഈസ് ദി എൻറ്റിറ്റി ഈസ് ദി വെർട്ടിസസ് അല്ലെങ്കിൽ വെർട്ടെക്സ്, and the link between entities called the edge. Then nodes can have one or more than one type of link between them, that is them through multiple edges. അതായത് ഒരു എൻറ്റിറ്റിക്ക് മറ്റൊരു എൻറ്റിറ്റിയിലേക്ക് മൾട്ടിപ്പിൾ എഡ്ജസ് വരാൻ പറ്റും എന്നാണ് പറയുന്നത്. കാരണം ഈച്ച് നോഡ് ക്യാൻ ഹാവ് attribute data as key value pairs. For example, customer node with the customer ID, name and age as attributes. അപ്പോൾ അതിലെ ഓരോ കീക്കും കീ വാല്യൂ പെയർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. കസ്റ്റമർ ID ഉണ്ട്, കസ്റ്റമർ ID വിത്ത് നെയിം, ഏജ് ആൻഡ് ആട്രിബ്യൂട്ട്. ദെൻ ഈച്ച് എഡ്ജ് ക്യാൻ ഹാവ് ഇറ്റ്സ് ഓൺ ആട്രിബ്യൂട്ട്. ഓരോ എഡ്ജിനും അതിൻ്റെതായ ആട്രിബ്യൂട്ടുകൾ
കാണാം അല്ലെങ്കിൽ ഉണ്ടാവും, വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു ഫർദർ ഫിൽട്ടർ ക്വറി റിസൾട്ട്സ്. അതിനെ വീണ്ടും ഫർദർ ആയിട്ട് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് വെച്ചിട്ട് ഫിൽട്ടർ ചെയ്യാൻ പറ്റും എന്നാണ്, നമ്മളുടെ എഡ്ജസ് വെച്ചിട്ട്, എഡ്ജസിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്കതിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. Having multiple edges are similar to defining multiple foreign keys. അപ്പോൾ ഈ മൾട്ടിപ്പിൾ എഡ്ജസ് എന്ന് പറയുമ്പോൾ അത് മൾട്ടിപ്പിൾ ഫോറിൻ കീ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഹാവിങ് എ ഡയറക്റ്റ് ഫോറിൻ കീ ഇംപ്ലിമെന്റേഷൻ. അതിന് പകരം നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഫോറിൻ കീ പോലെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. That not every node is required to have the same edge. എല്ലാ നോഡിനും ഒരേ തരം എഡ്ജ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും പറയുന്നില്ല. കാരണം പലതരത്തിലുള്ള എഡ്ജുകളാകാം. നമ്മൾ എഡ്ജുകൾ പലതും കണ്ടു, കണ്ടെയ്ൻ, ബോട്ട്, വ്യൂഡ് എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. Queries generally involved finding interrelated nodes based on node attributes and edge attribute. അപ്പൊ നോഡിന്റെ ആട്രിബ്യൂട്ടും പിന്നെ ഏതിന്റെ ആട്രിബ്യൂട്ടാണ്, നോഡിന്റെ ആട്രിബ്യൂട്ടും എഡ്ജിന്റെ ആട്രിബ്യൂട്ടും കൂടെ ചേർത്താണ് എന്ത് കാണുന്നത്, ക്വറി കാണുന്നത് അല്ലെങ്കിൽ ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വി കോൾ ഇറ്റ് ആസ് എ നോഡ് ട്രാവേഴ്സൽ എന്ന് നമ്മൾ പറയുന്നത്. ഈ എഡ്ജസ് യൂണി ഡയറക്ഷനിലോ ബൈ ഡയറക്ഷനിലോ ആകാം, ദാറ്റ് ഈസ് രണ്ട് സ്ഥലത്തേക്കും പോകുന്നതും ആകാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് മാത്രം പോകുന്നതും ആകാം. സെറ്റിംഗ് ദ നോഡ് ട്രാവേഴ്സൽ ഡയറക്ഷൻ. അപ്പൊ ഏത് ഡയറക്ഷനിലേക്കാണ് ഇത് പോകുന്നത് എന്നനുസരിച്ച് ഇറ്റ് ക്യാൻ ബി ഐദർ ബൈ ഡയറക്ഷണൽ ഓർ യൂണി ഡയറക്ഷണൽ ഇൻ നേച്ചർ. Then the degree of usefulness of the graph store device depends on the number of types of edges defined between the nodes. രണ്ട് നോഡുകൾക്കിടയിലുള്ള എഡ്ജുകളുടെ നമ്പറിനെയും അതിൻ്റെ ടൈപ്പിനെയും വെച്ചിട്ടാണ് ഡിഗ്രി ഓഫ് യൂസ്ഫുൾനെസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഡിഗ്രി ഓഫ് യൂസ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഡിഗ്രി ഓഫ് യൂസ്ഫുൾ ആയിട്ട് ആ ഗ്രാഫ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. The greater the number of nodes, greater the number and more diverse edges are more diverse the type of queries it can handle. അപ്പോൾ നമ്പർ ഓഫ് എഡ്ജസും നമ്പറും അതിൻ്റെ ഡൈവേഴ്സിറ്റിയും കൂടുകയാണെങ്കിൽ അത്രയും തരത്തിലുള്ള ക്വറീസ് അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നാണ് ഇത് പറയുന്നത്. Then graph storage devices actually allow adding new types of nodes without making changes to the database. അപ്പോൾ പുതിയ എൻറ്റിറ്റീസ് വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈ ഗ്രാഫിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒരു ചേഞ്ചസും ഡേറ്റാബേസിലൊന്നും ഒരു ചേഞ്ചസും നമുക്ക് വരുത്തേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഗിവിംഗ് ഹൊറിസോണ്ടൽ സ്കെയിലബിലിറ്റി. This also enables defining additional links between nodes as new types of relationships or nodes appear in the database. This also enables defining additional link between nodes as new type of relations. അപ്പോൾ പുതിയ ഒരു നോഡ് വന്നാൽ പുതിയ ഒരു ലിങ്ക് കൂടി ക്രിയേറ്റ് ചെയ്യപ്പെടും. ജനറലി ഗ്രാഫ് സ്റ്റോറേജ് ഡിവൈസസ് പ്രൊവൈഡ് കൺസിസ്റ്റൻസി വയ ആസിഡ് കംപ്ലൈൻസ്. അപ്പോൾ ഇത് ആസിഡ് കംപ്ലൈൻസ് വഴിയാണ് എന്ത് കൊടുക്കുന്നത്, കൺസിസ്റ്റൻസി പ്രൊവൈഡ് ചെയ്യുന്നത്. എപ്പോഴാണിത് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്റർ കണക്റ്റഡ് എൻറ്റിറ്റീസ് ആർ ടു ബി സ്റ്റോർഡ്. അതിന് പ്രത്യേകിച്ച് ഇനി എക്സ്പ്ലനേഷൻ വേണ്ട. ദെൻ query entries based on type of relationships which with each other rather than the attributes of the entities. then attributesനെ ബേസ് ചെയ്തല്ല, പകരം അതിൻ്റെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഗ്രാഫ് ഉപയോഗിക്കാൻ പറ്റും. ദെൻ ഫൈൻഡിങ് ഗ്രൂപ്പ്സ് ഓഫ് ഇന്റർ കണക്റ്റഡ് എൻറ്റിറ്റീസ്. ഒരേ തരത്തിൽ ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എൻറ്റിറ്റീസിനെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അങ്ങനെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടൈപ്പിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻറ്റിറ്റീസ് ഇൻ ടേംസ് ഓഫ് ദ നോഡ് ട്രാവേഴ്സൽ ഡിസ്റ്റൻസ്. അതായത് നമ്മളുടെ രണ്ട് എൻറ്റിറ്റീസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. അത് നോഡ് ട്രാവേഴ്സൽ വഴി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്കിതിനെ ഉപയോഗിക്കാം. ദെൻ വി വിൽ യൂസ് ഇറ്റ് ഇൻ ഡേറ്റ മൈനിങ് വിത്ത് വ്യൂ ടുവേർഡ്സ് ഫൈൻഡിങ് ഡിഫറെൻറ്റ് പാറ്റേൺസ്. പലതരത്തിലുള്ള പാറ്റേൺസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ മൈനിങ്ങിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഗ്രാഫ് ബേസ്ഡ് റെപ്രസെൻറ്റേഷൻ ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഡേറ്റ മൈനിങ്ങിൽ ഗ്രാഫ് ബേസ്ഡ് ഡേറ്റ മൈനിങ് തന്നെ പറയുന്നുണ്ട്. ഇവൻ ഇറ്റ് ഈസ് ഇൻഅപ്രോപ്രിയേറ്റ്. ഇതെപ്പോഴാണ് ഇൻഅപ്രോപ്രിയേറ്റ് ആകുക എന്നുള്ളത്,
Updates are required to large number of nodes attributes. Nodes in the edge attribute. Node attribute lo edge attribute. Node attribute lo edge attribute lo വളരെ കൂടുതൽ updates ആവശ്യമായി വരുന്നുണ്ട്. അല്ലെങ്കിൽ large number of updates are required. അപ്ഡേറ്റുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കണം എന്ന് അപ്ഡേറ്റ് പറ്റത്തില്ല, അഡീഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല. ബൈനറി സ്റ്റോറേജ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. Selection of node or edge attributes dominate node traversal queries. ഇവിടെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു node traversal queries ആണ് ഗ്രാഫ് സപ്പോർട്ട് ചെയ്യുന്നത്. നോഡ് അല്ലെങ്കിൽ എഡ്ജ് ആട്രിബ്യൂട്ട് ബേസ്ഡ് ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ആപ്ലിക്കേഷൻ വരികയാണെങ്കിൽ അതിന്റെ ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. Then entities have a large number of attributes or nested data. It is best to store lightweight entities in the graph storage device while storing the rest of the attribute data in a non-graph SQL. അപ്പോൾ വലിയ ഒരുപാട് ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ നെസ്റ്റഡ് ഡേറ്റ ഒക്കെ ഉള്ളതാണെങ്കിൽ ഏതെങ്കിലും ഒരു ഐഡന്റിഫയബിൾ ലൈറ്റ് വെയിറ്റ് എൻറ്റിറ്റീസ് മാത്രം ഏതിൽ സ്റ്റോർ ചെയ്യുക, നമ്മുടെ ഗ്രാഫിൽ സ്റ്റോർ ചെയ്യുക. ബാക്കി ഡേറ്റയെ നമുക്ക് കൊണ്ടുപോയി എവിടെ സ്റ്റോർ ചെയ്യാവുന്നതാണ്, ഏതെങ്കിലും ഒരു നോൺ ഗ്രാഫ് SQLൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുക. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് Neo4j, ഇൻഫിനിറ്റ് ഗ്രാഫ്, ഓറിയന്റ് DB എക്സെട്ര. ഇതെല്ലാം ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ദീസ് ആർ ദി മേജർ എക്സാമ്പിൾസ് ഓഫ് NoSQL ലൈക്ക് MongoDB, CouchDB, HBase നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, Oracle NoSQL, Cassandra, React, Go Infogrid, then Infinite Graph എന്നിങ്ങനെ പല തരത്തിലുള്ള ഡേറ്റ ബേസുകൾ ഇപ്പോൾ നമുക്ക് NoSQL ഡേറ്റ ബേസുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ്. അടുത്തൊരു സാധനമാണ് ഡ്രോബാക്സ്. ഇതിന്റെ ഡ്രോബാക്സ് ആണ് ഒന്ന് ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി. കാരണം ബേസ് പ്രോപ്പർട്ടിയിലേക്കാണ് ഇത് പോകുന്നത്, അതുകൊണ്ട് ഇതിന് ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി ഉണ്ട്. ഇവൻച്വൽ കൺസിസ്റ്റൻസി മാത്രമേ ഉള്ളൂ. ദെൻ ലാക്ക് ഓഫ് അനലിറ്റിക്സ്. Whole database to be then for analytics you require a relational model to process the data, as a result of which the whole database needs to be converted using some sort of relational model. This leads to increased cost of overhead. അപ്പോൾ അനാലിസിസിന് നമുക്കിത് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മളിതിന് ചെയ്യുന്ന എന്താണ്, ഇതിൽ വരുന്ന ഡേറ്റയെ നമ്മൾ വേറെ ഏതെങ്കിലും ഫോർമാറ്റിലേക്ക് മാറ്റി അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡേറ്റ പ്രിപ്പറേഷൻ വഴി നമുക്ക് ആവശ്യമുള്ള ഡേറ്റ കൊണ്ടുവന്നിട്ടാണ് നമ്മളിതിൻ്റെ അനാലിറ്റിക്സ് ഒക്കെ നടത്തുക. ദെൻ ലാക്ക് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ. ഒരു പ്രത്യേക ലാംഗ്വേജ് ഇതിന് പറയുന്നില്ല. കാരണം SQL എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ലാംഗ്വേജ് വേണമല്ലോ. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് സെക്യൂരിറ്റി അറ്റ് ദ എലമെന്റൽ ലെവൽ ഓഫ് ഡേറ്റ. താഴെ അറ്റത്തേക്കുള്ള ഡേറ്റയിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്തില്ല, അതിനകത്ത് യാതൊരു വിധത്തിലുള്ള സെക്യൂരിറ്റികളും നമുക്ക് ഇല്ല. ദെൻ ട്രാൻസാക്ഷണൽ നേച്ചർ. സ്പെസിഫിക് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇതിനെ ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ള ഒരു കുഴപ്പം കൂടി ഇതിന് പറയുന്നുണ്ട്. The database needs to compete against a high volume transaction as per day as they require highly scalable consistent database. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഇതിനുണ്ട്. ട്രാൻസാക്ഷൻ ഇപ്പോൾ ഫ്രോഡ് ഡിറ്റക്ഷൻ എന്ന് പറയും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഏരിയാസ് ടു ഫെസിലിറ്റേറ്റ് ഫ്രോഡ് ഡിറ്റക്ഷൻ ബിഫോർ കംപ്ലീറ്റിംഗ് ദ ട്രാൻസാക്ഷൻ. ചെക്ക് ദി ബാലൻസ് വേഴ്സ്റ്റ് ഓൺ എ കോൾ. അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ NoSQL fails in case where the database needs to compare against a high volume transaction. അപ്പോൾ കിട്ടുന്ന ഒരു ഡേറ്റ ഒരു ഹൈ വോളിയം ഡേറ്റയുമായിട്ട് കമ്പാരിസൺ നടത്താൻ ആർക്ക് പറ്റത്തില്ല, നമ്മുടെ NoSQLന് പറ്റില്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അപ്പോൾ നമ്മുടെ സമ്മറി ഇത്രയാണ്. വി ഹാവ് എ NoSQL കോണ്ടെക്സ്റ്റ് where നോൺ റിലേഷണൽ ഡേറ്റ ക്യാൻ ബി സ്റ്റോർഡ്. 4 തരത്തിലുണ്ട്: കീ വാല്യൂ, then document, column family and graph based. ഇനി ഇതിൻ്റെ അടുത്ത ലെവലിലേക്ക് പോവുകയാണ്. കാരണം ഇവിടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സാധനത്തിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ഒക്കെ വരുമ്പോൾ നമുക്കതിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് NoSQL എന്ന് പറയുന്ന database. Main memory storage of OLTP databases enables in-memory computations of the database. അപ്പോൾ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങളെ ഇൻ മെമ്മറിയിൽ കൊണ്ടുവന്ന് കമ്പ്യൂട്ടേഷൻസ് എല്ലാം ഇൻ മെമ്മറിയിൽ കൊണ്ടുവന്നാണ് നമ്മൾ ചെയ്യുന്നത്. Then scaling out by splitting databases into
disjoint subsets called either partitions or shards. അപ്പോൾ ഷാർഡിങ് പോസിബിൾ ആക്കുന്നുണ്ട് അല്ലേ? ഷാർഡിങ് പോസിബിൾ ആക്കുന്നുണ്ട്. ഷാർഡിങ് പോസിബിൾ ആവുമ്പോൾ അതിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ഫ്രം ഓൾ ദി ഷാർഡ്സ് ആണ്. That it provides an ACID property support. അപ്പോൾ നമ്മൾ ഇതുവരെ NoSQL പറഞ്ഞത് ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ സപ്പോർട്ടിങ് ആസിഡ് ബേസ് എന്നാണ്. അപ്പോൾ OLTP ആവുമ്പോൾ ഒരു കൺസിസ്റ്റൻസി ആവശ്യമായി വരും. ദാറ്റ് കൺസിസ്റ്റൻസി വിൽ ബി ഗിവൺ ബൈ ദി ആസിഡ് പ്രോപ്പർട്ടീസ്. ദെൻ എൻഹാൻസ്ഡ് കൺകറൻസി കൺട്രോൾ. സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ, ട്രഡീഷണൽ ഉള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് എൻഹാൻസ്ഡ് കൺകറൻസി കൺട്രോൾ കിട്ടുന്നുണ്ട്. പ്രസൻസ് ഓഫ് സെക്കൻഡറി ഇൻഡെക്സ് എന്തിനാണ്? ഫോർ ഫാസ്റ്റർ ക്വറി പ്രോസസ്സിംഗ് ടൈംസ്. ഇപ്പോൾ ക്വറി പ്രോസസ്സിംഗ് ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡറി ഇൻഡെക്സ് ഇത് എടുക്കുന്നുണ്ട്. ദെൻ ഹൈ അവൈലബിലിറ്റി ആൻഡ് സ്ട്രോങ് ഡേറ്റ ഡ്യൂറബിലിറ്റി സപ്പോർട്ട് ചെയ്യുന്നു. എങ്ങനെ? ബൈ റിപ്ലിക്കേഷൻ. ഇപ്പോൾ റിപ്ലിക്കേഷൻ വെച്ചിട്ട് ഹൈ അവൈലബിലിറ്റിയും ഡേറ്റ ഡ്യൂറബിലിറ്റിയും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ഇതിനേക്കാളൊക്കെ അപ്പുറം സിങ്ക്രണൈസ്ഡ് അപ്ഡേറ്റ്സ് ഓഫ് ഡേറ്റ ഓവർ വാൻ. നമ്മൾ ഇതുവരെയൊക്കെ പറഞ്ഞത് നമ്മുടെ നെറ്റ്വർക്കിൽ നിന്നുകൊണ്ടുള്ള ഒരു കളിയാണ്. അതേസമയം ഇതൊരു വൈഡ് ഏരിയ നെറ്റ്വർക്കിലേക്ക് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് NoSQLന്റെ ഫെസിലിറ്റീസ് ഉപയോഗിച്ച് നമുക്കതിനെ ആ ഡേറ്റയെ വൈഡ് ഏരിയ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. മിനിമൈസസ് ഡൗൺ ടൈം. ഡൗൺ ടൈം കുറയ്ക്കുന്നു. എങ്ങനെ? പ്രൊവൈഡ്സ് ഫാൾട്ട് ടോളറൻസ് വിത്ത് ഇറ്റ്സ് റിക്കവറി മെക്കാനിസം. അപ്പോൾ ഇതിനൊരു റിക്കവറി മെക്കാനിസം ഉണ്ട് എന്നാണ് നമ്മൾ പിന്നെ ഈ സിസ്റ്റത്തിൽ പറയുന്നത്. ആ ക്രാഷ് റിക്കവറി മെക്കാനിസം കൊണ്ട് എന്ത് കിട്ടുന്നു? ഫാൾട്ട് ടോളറൻസ് കിട്ടുന്നു. ഫാൾട്ട് ടോളറൻസ് കിട്ടുന്നത് കൊണ്ട് ഡൗൺ ടൈം മിനിമൈസ്ഡ് ആവുന്നു. ഇതിന് സെയിം തന്നെയാണ് പറയാനുള്ളത്. ഹൈലി സ്കെയിലബിൾ, അവൈലബിൾ ആൻഡ് ഫാൾട്ട് ടോളറൻറ്റ്, ഫാസ്റ്റ് ഫോർ റീഡ് റൈറ്റ് ഓപ്പറേഷൻസ്. അങ്ങനെയുള്ള ഒരു എൻവയൺമെന്റ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. They do not provide same transaction and consistency support as exhibited by ACID compliant RDBMS. അപ്പോൾ ആസിഡ് കംപ്ലൈന്റ് ആയിട്ടുള്ള RDBMSന്റെ അത്രയും അതേ തരത്തിലുള്ള ട്രാൻസാക്ഷനും കൺസിസ്റ്റൻസി സപ്പോർട്ടും ഒന്നും ഇത് തരുന്നില്ല. ബട്ട് ഇറ്റ് പ്രൊവൈഡ്സ് എ കൺസിസ്റ്റൻസി. ഇറ്റ് ഫോളോസ് ദ ബേസ് മോഡൽ. അതായത് ബേസിക്കലി അവൈലബിൾ, സോഫ്റ്റ് സ്റ്റേറ്റ് ആൻഡ് ഇവൻച്വലി കൺസിസ്റ്റന്റ് എന്ന് പറയുന്ന ആ മോഡൽ അപ്ലൈ ചെയ്യുന്നു. എലോങ് വിത്ത് ദാറ്റ് NoSQL storage device provide eventual consistency rather than immediate consistency. Okay. അപ്പോൾ ബേസ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് NoSQL ഇവൻച്വൽ കൺസിസ്റ്റൻസി തരുന്നു. They will be in soft state while reaching the state of eventual consistency. അപ്പോൾ ഇവൻച്വൽ കൺസിസ്റ്റന്റ് ആകുന്നത് വരെ അതൊരു സോഫ്റ്റ് സ്റ്റേറ്റിൽ ഇങ്ങനെ റിസൈഡ് ചെയ്യും. അതുകൊണ്ട് ലാർജ് ട്രാൻസാക്ഷണൽ സിസ്റ്റംസിന് എന്ത് യൂസ്ഫുൾ അല്ല? ലാർജ് ട്രാൻസാക്ഷണൽ സിസ്റ്റംസിന് NoSQL അത്ര ഐഡിയൽ അല്ല. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്, ലാർജ് സ്കെയിൽ ട്രാൻസാക്ഷണൽ സിസ്റ്റംസിന് നോട്ട് അപ്രോപ്രിയേറ്റ് ആണ്. ഇവിടെ നമുക്കൊരു കോമ്പിനേഷണൽ സ്ട്രക്ചർ ആണ് ഏതിൽ കിട്ടുന്നത്? NoSQL കിട്ടുന്നത്. NoSQL സ്റ്റോറേജ് ഡിവൈസ് combine the ACID properties of RDBMS with the scalability and fault tolerance offered by the NoSQL. അപ്പോൾ സ്കെയിലബിലിറ്റിയും കിട്ടി, ഫാൾട്ട് ടോളറൻസ് കിട്ടി. സ്കെയിലബിലിറ്റി കിട്ടിയതുകൊണ്ട് ഹൈ അവൈലബിലിറ്റി കിട്ടി, ഫാൾട്ട് ടോളറൻസും കിട്ടി. ദെൻ ആസിഡ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഒരു തരത്തിൽ കൺസിസ്റ്റൻസിയും നമുക്ക് കിട്ടുന്നു. ഇതാണ് NoSQLന്റെ പ്രത്യേകത. അതായത് NoSQL മീൻസ് ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് NoSQL പ്ലസ് ആസിഡ് പ്രോപ്പർട്ടീസ്. NoSQL databases support SQL compliant syntax. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഡാറ്റ മാനിപ്പുലേഷൻ ആൻഡ് ഡാറ്റ ഡെഫിനിഷൻ ഓപ്പറേഷൻസ്. ആൻഡ് ഇറ്റ് ഓൾസോ സപ്പോർട്ട് ഏതാണ്? ലോജിക്കൽ റിലേഷണൽ ഡാറ്റ മോഡൽ ഫോർ ഡാറ്റ സ്റ്റോറേജ്. ഇതിന് എന്നെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ദെൻ
NoSQL database stands for used for developing OTP system. NewSQL for used for developing OLTP applications with very high volume of transactions. വലിയ high volume transactions ഉള്ള OLTP applications develop ചെയ്യാൻ സഹായിക്കുന്നു. This can also be used for real time analytics. കാരണം എന്ന് വെച്ചാൽ ഡേറ്റ നമുക്ക് RDBMSലുള്ള ഡേറ്റയാണ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് സപ്പോർട്ട്സ് റിയൽ ടൈം അനാലിറ്റിക്സ്. As compared to NoSQL storage devices, new SQL storage provides an easier transition from traditional to highly scalable databases due to its support for SQL. അപ്പോൾ NoSQLനെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങോട്ടുള്ള ട്രാൻസിഷൻ ആണ്? ട്രഡീഷണൽ ടു ഹൈ സ്കെയിലബിൾ ഡേറ്റാബേസിലേക്കുള്ള ട്രാൻസിഷൻ ഈസിയാണ്. ഇതിൻ്റെ എക്സാമ്പിൾ ആണ് വോൾട്ട് DB, ക്ലസ്ട്രിക്സ്, MemSQL എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റീസ് എന്നൊക്കെ പറയുന്ന പല പ്രോഡക്ട്സുകളും നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, വിച്ച് സപ്പോർട്ട്സ് NoSQL ഓർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് NoSQLs. ഇനി ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഷാർഡിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ശരിക്കും നമുക്ക് സ്കെയിൽ ബേസ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് തന്നെ അവൈലബിൾ ആണ്. സോ ഓട്ടോമാറ്റിക് ഷാർഡിംഗ് ഈസ് ഓൾസോ ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ്. ഇത് അതിൻ്റെ ഒരു മൂന്നിൻ്റെയും കൂടെ ഒരു സമ്മറിയാണ്. ദാറ്റ് ഈസ് SQL മീൻസ് RDBMS, NoSQL ആൻഡ് NewSQLൻ്റെ ഒരു ചെറിയ സമ്മറി ഷീറ്റാണ്. ചിലപ്പോൾ പരീക്ഷയ്ക്കൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതായത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ NoSQL ആൻഡ് NewSQL. അപ്പം നിങ്ങൾക്ക് പ്രധാനമായിട്ടും എഴുതാൻ പറ്റിയ മേജർ പ്രോപ്പർട്ടീസ് ആണ് അല്ലെങ്കിൽ മേജർ കമ്പാരിറ്റീവ് ഫീച്ചേഴ്സ് ആണ് ഇതൊക്കെ. അതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നതിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. റിലേഷണൽ പ്രോപ്പർട്ടി, ആസിഡ് കംപ്ലൈൻ്റ് ആണോ, ദെൻ SQL എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, OLTP ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, സ്കെയിലിംഗ് ഏത് തരത്തിലുള്ള സ്കെയിലിംഗ് ഇത് സപ്പോർട്ട് ചെയ്യുന്നു, ദെൻ ക്വറി ഹാൻഡ്ലിംഗ് എങ്ങനെയാണ്, ദെൻ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് സപ്പോർട്ട് എങ്ങനെയാണ്, ദെൻ അതർ സപ്പോർട്ട്സ് എങ്ങനെയാണ് എന്നുള്ള ഡിഫറെൻ്റ് ടൈപ്സ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് നിങ്ങൾ വളരെ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഇതിൽ പ്രത്യേകിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ ഒരു സമ്മറി മാത്രമാണ് ഇത്. സോ ഹിയർ വി എൻഡ്സ് ദി ഫസ്റ്റ് പാർട്ട് ഓഫ് ബിഗ് ഡാറ്റ ടെക്നോളജീസ്, അതായത് ഓൺ ഡിസ്ക് സ്റ്റോറേജ് എന്ന് പറയുന്ന ആ സെക്ഷൻ നമ്മളിവിടെ കഴിയുകയാണ്. അതിൽ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റംസ്, ദെൻ RDBMS, NoSQL ആൻഡ് NewSQL. ഇത് വളരെ കൃത്യമായിട്ട് വായിക്കുക. ഓക്കെ, താങ്ക് യു. ഐ വിൽ കം അപ്പ് വിത്ത് ദ സെക്കൻഡ് പാർട്ട് ഇൻ ദ ഫ്യൂച്ചർ.